സംഗമഗ്രാമ നാട്യരംഗമിതാ സംഗമഗ്രാമ നാട്യരംഗമിതാ ശതകാർത്ഥസംഗമം ആഘോഷിപ്പൂ തുംഗശോഭം തുംഗശോഭം സ്വാഗതം 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 എല്ലാവർക്കും സുപ്രഭാതം. ഇരിങ്ങാലക്കുട ഡോക്ടർ KN പിഷാരടി സ്മാരക കഥകളി ക്ലബിൻ്റെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന സുവർണ ജൂബിലി ആഘോഷ പരമ്പരയുടെ അവസാന പാദത്തിലെ ഡിസംബർ മാസത്തെ പരിപാടിയാണ് KK തമ്പാൻ KR തമ്പാൻ അനുസ്മരണവുമായി ബന്ധപ്പെട്ട് ഇന്ന് നമ്മൾ ഇവിടെ എല്ലാം സന്നിഹിതരായിട്ടുള്ളത്. ക്ലബിന് എന്തുകൊണ്ടും തുടക്കം മുതൽ ആ കുടുംബവുമായിട്ടുള്ള ബന്ധം നമുക്ക് മറക്കാവതല്ല. ഈ അനുസ്മരണ പരിപാടിയിൽ ഉള്ളടക്കത്തിൽ സൂചിപ്പിച്ച പോലെ ആമുഖ ഭാഷണത്തിന് ശേഷം ആ രണ്ടുപേരുടെ ഛായാചിത്രത്തിന് മുമ്പിൽ ദീപം തെളിയിച്ച് അവരുടെ ഓർമ്മകളെ അനുസ്മരിച്ചുകൊണ്ടും തുടർന്ന് സ്മാരക പ്രഭാഷണത്തിനായിട്ട് EM സതീശനും ഒപ്പം അവരുടെ കുടുംബവുമായി ബന്ധപ്പെട്ട് നിന്നിട്ടുള്ള ദാമോരേട്ടൻ ഇന്ന് എല്ലാവരും വിളിക്കുന്ന TRD തെക്കേപ്പട്ടത്ത് TR ദാമോദരൻ നമ്പ്യാരുടെ അനുസ്മരണ പ്രഭാഷണവും ആണ് ആദ്യ ഘട്ടത്തിലെ ഉള്ളടക്കത്തിൻ്റെ സ്വരൂപം. തുടർന്ന് കഥകളി രംഗവുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടുള്ള KPS മേനോൻ എന്ന് പറയുന്ന കഥകളി ആസ്വാദകൻ, കഥകളി സംഘാടകൻ, നിരൂപകൻ, ഗ്രന്ഥകർത്താവ്, ഇങ്ങനെ ഓരോ നിലയിലും ഒരു കാലഘട്ടത്തിൻ്റെ ചരിത്രത്തെ മുഴുവനും പുസ്തക രൂപത്തിൽ എഴുതപ്പെട്ടിട്ടുള്ള KPS മേനോൻ്റെ അനുസ്മരിച്ചുകൊണ്ടുള്ള പ്രഭാഷണങ്ങളും സെമിനാറുമാണ് ഈ കാലത്തെ പരിപാടിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. തുടർന്ന് രണ്ടാം ദിവസം കഥകളിയുടെ ആമുഖ പ്രഭാഷണവും തുടർന്ന് രണ്ടാം ദിവസം കഥകളിയുമാണ്. സുവർണ ജൂബിലിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നളകഥകളുടെ വിവിധ ആഖ്യാനങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തപ്പെടുന്ന നളചരിതം കഥകളിയും അനുബന്ധമായിട്ടുള്ള പ്രഭാഷണ പരമ്പരകളും ഒപ്പം കൂടിയാട്ടവും നങ്ങ്യാർകൂത്തും കൈകൊട്ടിക്കളി ബ്രാഹ്മണിപ്പാട്ടും അങ്ങനെ നളകഥയെ എവിടെയൊക്കെ പരാമർശിച്ചിട്ടുണ്ടോ അവിടെയൊക്കെ സൂചിപ്പിച്ചുകൊണ്ടുള്ള ചെറിയ രൂപത്തിലെങ്കിലും 16 ദിവസം നീണ്ടു നിൽക്കുന്ന സുവർണ ജൂബിലി ആഘോഷ പരമ്പര ഡിസംബർ 28 ആരംഭം കുറിക്കുകയാണ്. ജനുവരി 12 കാലം കൂടുന്ന വിധത്തിൽ ഈ 3 വർഷത്തെ ഭരണ ചുമതലയേറ്റിട്ടുള്ള ഈ ഒരു ഭരണസമിതിയുടെ ഏറ്റവും നാഴികക്കല്ലായി ഈ സുവർണ ജൂബിലിയുടെ സുവർണം പരിപാടി ജനുവരി 12 പരിസമാപ്തി കുറിക്കുകയാണ്. ഇതിനിടയിൽ നവ്യം പോലുള്ള യുവകലാകാരന്മാർക്ക് യൗവനത്തിൻ കലയാട്ടം എന്ന പേരിൽ കഴിഞ്ഞ 3 വർഷങ്ങളിലായിട്ട് നടത്തിവരുന്ന നവ്യം പരിപാടിയുടെ 3-ാം വർഷത്തെ പരിപാടിയും ഡിസംബർ 14-15 തീയതികളിൽ അമ്മന്നൂർ ഗുരുകുലത്തിൽ ആരംഭിക്കുന്നു. എന്തായാലും സുവർണ ജൂബിലിയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഇത്തരം വർണ്ണാഭമായിട്ടുള്ള ഉള്ളടക്കത്തിൽ ഇത്രയും ഗൗരവം പെടുത്തിയിട്ടുള്ള പരിപാടികളുടെ ഘടന നമ്മൾക്ക് നിർണ്ണയിക്കാൻ സാധിച്ചത് ചാരിതാർത്ഥ്യം നൽകുന്നു. ഒപ്പം തന്നെ ഈ ദിവസത്തെ പരിപാടിയിലേക്ക് ആമുഖം പ്രഭാഷണം ചെയ്യുന്നതിനായിട്ട് ക്ലബിൻ്റെ ഭരണസാരഥിയായിട്ടുള്ള റഷീദ് കാറളത്തെ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. പ്രിയമുള്ളവരെ, എല്ലാവർക്കും നമസ്കാരം. ഒരു നാടിൻ്റെ സാമൂഹികവും സാംസ്കാരികവുമായ വളർച്ചയുടെ കാതലായ പരിപ്രേക്ഷ്യമാണ് കലയും സാഹിത്യവും രാഷ്ട്രീയവും
അതോടൊപ്പം തന്നെ സംയുക്തമായ സഹവർത്തിത്വവും. അത്തരം സാമൂഹ്യ പ്രതിബദ്ധതയോടെ മനുഷ്യരെ ചേർത്ത് പിടിക്കുമ്പോഴാണ് നാട് സംസ്കാരമുള്ളതായി മാറുന്നത്. ആ നിലയ്ക്ക് ഇരിഞ്ഞാലക്കുടയെ സാംസ്കാരികമായ ഉന്നതിയിലെത്തിക്കാൻ അഹോരാത്രം പ്രവർത്തിച്ച് വിജയിച്ചു വന്ന ഒരു മഹത് വ്യക്തിയായിരുന്നു അഡ്വക്കേറ്റ് കെ തമ്പാൻ. കഥകളിയെയും കഥകളി കലാകാരന്മാരെയും ഇത്രമേൽ ഹൃദയത്തോട് ചേർത്ത ഒരാൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത് കെ തമ്പാനായിരിക്കും. വള്ളത്തോൾ കലാമണ്ഡലം സ്ഥാപിച്ച പോലെ ഉണ്ണായി വാര്യരുടെ നാട്ടിൽ കേരളത്തിൻ്റെ അഭിമാനമായ ഉണ്ണായി വാര്യരുടെ നാമധേയത്തിൽ തന്നെ 1955 കൂടൽമാണിക്യം ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറെ ഊട്ടുപുരയിൽ ഒരു കഥകളി സ്ഥാപനത്തിന് തുടക്കം കുറിക്കുന്നു. ഉണ്ണായി വാര്യർ സ്മാരക കലാനിലയം. നല്ലൊരു കൂട്ടായ്മയുടെ ഫലമായി പ്രഥമ ഭരണസമിതി രൂപീകരിക്കുകയും പൊതൂർ അച്യുതമേനോൻ പ്രസിഡൻറ്റും കെ തമ്പാൻ സെക്രട്ടറിയും പനമ്പള്ളി രാഘവമേനോൻ ട്രഷററുമായിരുന്നു. സമൂഹത്തിലെ പ്രമുഖരും കമ്മിറ്റിയിലെ അംഗങ്ങളുമായി നിരവധി പേർ ആ രീതിയിൽ പങ്കെടുത്തിരുന്നു. 1955 മുതൽ 1972 വരെ കലാനിലയത്തിൻ്റെ സെക്രട്ടറി സ്ഥാനത്ത് തുടർന്നു കെ തമ്പാൻ. 17 വർഷക്കാലം കലാനിലയത്തിൻ്റെ ഉന്നമനത്തിനായി പ്രവർത്തിച്ചു. സാമ്പത്തികമായി ഒന്നും തന്നെ ഇല്ലാതിരുന്ന കലാനിലയത്തിലെ കഥകളി അധ്യാപകരെയും വിദ്യാർത്ഥികളെയും അകമഴിഞ്ഞ് സഹായിക്കുകയും കലാനിലയത്തെ ഇരിഞ്ഞാലക്കുടയുടെ ഹൃദയഭാഗത്ത് ചേർത്ത് നിർത്താനും കൂടൽമാണിക്യത്തിൻ്റെ ചാരത്ത് വിന്യസിക്കാനും കെ തമ്പാൻ എന്ന മഹത് വ്യക്തിയുടെ ജീവിതത്തിൻ്റെ നല്ലൊരു പങ്ക് മാറ്റിവെച്ചു. വളരെ കഷ്ടത അനുഭവിക്കുന്ന കഥകളി കലാകാരന്മാരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് അവർക്കൊപ്പം നിന്നിരുന്ന കെ തമ്പാൻ 1919 കൊരട്ടി സ്വരൂപത്തിൽ അമ്മുകുട്ടി തമ്പുരാട്ടിയുടെയും എരവത്തൂർ ജാതദേവൻ നമ്പൂതിരിയുടെയും ഏക മകനായി കുഞ്ഞുണ്ണി എന്ന കെ തമ്പാൻ ജനിച്ചു. ചാലക്കുടിയിലും തൃശ്ശൂരും ബോംബെയിലുമായിരുന്നു വിദ്യാഭ്യാസം. പ്രശസ്തരായ അഭിഭാഷകർ സമ്പന്നമായിരുന്ന ഇരിഞ്ഞാലക്കുടയിൽ താമസം മാറ്റി. തൻ്റെ പ്രൊഫഷണലായ അഭിഭാഷക വൃത്തിയിൽ പ്രസിദ്ധനാവാൻ അധികം നാൾ വേണ്ടി വന്നില്ല. ഇരിഞ്ഞാലക്കുട സബ് കോടതിയിലെ പ്രഥമ അഡീഷണൽ ഗവൺമെൻറ് പ്ലീഡറും പബ്ലിക് പ്രോസിക്യൂട്ടറുമായി അഡ്വക്കേറ്റ് കെ തമ്പാനെ നിയോഗിച്ചു. തിരക്കേറിയ അഭിഭാഷക വൃത്തിക്കിടയിലും കലാസാംസ്കാരിക സാഹിത്യ രംഗങ്ങളിൽ സജീവമായി പ്രവർത്തിക്കുവാനും പങ്കാളിയാവാനും 3 പതിറ്റാണ്ടിലേറെ കാലം തൻ്റെ ജീവിതം സാർത്ഥകമാക്കാൻ കഴിഞ്ഞു എന്നത് കെ തമ്പാനിലുള്ള കലയോടുള്ള ഹൃദയബന്ധമാണ്. മഹാകവി കുഞ്ഞുകുട്ടൻ തമ്പുരാൻ്റെ ഭാഷാഭാരതം സമാഹരിച്ചുകൊണ്ട് 8 വാള്യങ്ങളാക്കി പ്രസിദ്ധീകരിക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമുന്നതനായ നേതാവും തൊഴിലാളി പ്രസ്ഥാനത്തിൻ്റെ അമരക്കാരനുമായിരുന്ന സഖാവ് TN നമ്പൂതിരിയുമായി സഹകരിച്ച് മലയാള സാഹിത്യത്തിൻ്റെ ഭാഷാസ്നേഹം സമൂഹത്തിന് സമർപ്പിച്ചത് അദ്ദേഹത്തിലുള്ള സാഹിത്യത്തിലെ സർഗാത്മകതയാണെന്ന് ഇതിനുള്ള തെളിവാണ്. 1939 മുതൽ 78 വരെയുള്ള 39 വർഷത്തെ ഇരിഞ്ഞാലക്കുടയിലെ വാസത്തിൽ ഇരിഞ്ഞാലക്കുടയെ തന്നെ ഈ ചെറിയ പട്ടണത്തെ സാംസ്കാരിക തലത്തിൽ ഉയർത്തിക്കൊണ്ടുവരാൻ കെ തമ്പാൻ കാണിച്ച ത്യാഗവും പ്രയത്നവും ചരിത്രത്തിൻ്റെ താളുകളിൽ അടയാളപ്പെടുത്തി കഴിഞ്ഞു. സാമൂഹ്യ സാംസ്കാരിക വിദ്യാഭ്യാസ പ്രോത്സാഹന മേഖലയിലൊക്കെ തൻ്റെ ജീവിതത്തിലെ കടമയും പ്രതിബദ്ധതയുമായി കണ്ട ആളാണ് കെ തമ്പാൻ. ഇംഗ്ലീഷ് ഭാഷയിലുള്ള പ്രാവീണ്യം ഒന്ന് വേറെ തന്നെയായിരുന്നു. 1956 ഡിസംബറിൽ ഇരിഞ്ഞാലക്കുട അയ്യങ്കാവ് മൈതാനത്ത് നടത്തിയ അഖിലേന്ത്യാ സമാധാന സമിതിയുടെ ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് അന്ന് ആ പ്രസ്ഥാനത്തിൻ്റെ പ്രസിഡൻറ്റും യൂറോപ്പുകാരനുമായിരുന്ന ഫർഗൂസനായിരുന്നു. പൊതുവെ യൂറോപ്പുകാരുടെ ഇംഗ്ലീഷ് ഉച്ചാരണം ഇംഗ്ലീഷ് അറിയാവുന്ന സാധാരണക്കാരന് പോലും പെട്ടെന്ന് മനസ്സിലാവുന്നില്ല. ഈ സമ്മേളന വേദിയിൽ ഫർഗൂസൻ്റെ പ്രസംഗം മലയാളത്തിലേക്ക് പരിഭാഷ ചെയ്തത് അഡ്വക്കേറ്റ് കെ തമ്പാനായിരുന്നു എന്നതും പ്രശസ്തമാണ്. ചാക്യാർകൂത്തും കൂടിയാട്ടവും കഥകളിയുമായുള്ള എല്ലാ പ്രധാന കാര്യങ്ങളും കേന്ദ്ര സാഹിത്യ അക്കാദമിയിലേക്ക് ഇംഗ്ലീഷിൽ എഴുതി അയച്ചിരുന്നത് കെ തമ്പാനായിരുന്നു. അതുകൊണ്ട് തന്നെ പരമേശ്വര ചാക്യാരും മാധവ ചാക്യാരുമായുള്ള ബന്ധവും ഏറെ കാത്തുസൂക്ഷിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ഇന്നിപ്പോൾ 50-ാം വാർഷികം ആഘോഷിച്ചുകൊണ്ട് സുവർണം എന്ന പേരിൽ ഒരു വർഷക്കാലമായി വ്യത്യസ്തമായ കലാപരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഡോക്ടർ KN പിഷാരടി സ്മാരക ക്ലബിൻ്റെ രൂപീകരണത്തിൽ മുൻകൈയെടുത്ത് മഹത് വ്യക്തിയാണ് ക്ലബിൻ്റെ പ്രഥമ പ്രസിഡന്റ് കൂടിയായിരുന്ന കെ തമ്പാൻ. ഉണ്ണായി വാര്യർ കലാനിലയത്തെയും കഥകളി ക്ലബിനെയും ലോക മലയാളികൾക്കിടയിൽ എത്തിക്കാൻ കാരണമായി അദ്ദേഹത്തിൻ്റെ മനസ്സിനെ എങ്ങനെയാണ് കഥകളി ക്ലബ്ബ് ഓർക്കാതിരിക്കുക? അത്തരം പ്രതിഭകളെ ഓർമ്മിപ്പിക്കുകയും സമൂഹത്തിന് മുന്നിൽ അവർ ചെയ്ത കാര്യങ്ങൾ പറയുകയും ചെയ്യുമ്പോഴാണ് ഏതൊരു പ്രസ്ഥാനത്തിനും ഉയരെ എത്താൻ കഴിയും. കഥകളി ക്ലബിൻ്റെ ഉയർച്ചയിലെത്തിക്കാൻ അഘോരാത്രം പ്രവർത്തിച്ച എല്ലാ പ്രിയപ്പെട്ടവരെയും
ഈ മുഹൂർത്തത്തിൽ ഹൃദ്യമായി ഓർക്കുന്നു. അവരുടെ സംഭാവനകളെ സ്മരിക്കുകയാണ് കഥകളി ക്ലബ്ബ്. ഉണ്ണായിവാര് കലാനിലയം സെക്രട്ടറി 17 വർഷക്കാലം കൊണ്ടു നടന്നു. അതിൽ കുറച്ചു കാലം മാത്രമാണ് പ്രസിഡന്റ് സ്ഥാനം അദ്ദേഹം വഹിച്ചത്. ഡോക്ടർ KN പിഷാരടി സ്മാരക കഥകളി പ്രസിഡന്റ്, മഹാത്മാഗാന്ധി ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂം പ്രസിഡന്റ്, ഇരിഞ്ഞാലക്കുട ബാർ അസോസിയേഷൻ പ്രസിഡന്റ്, കൂടൽമാണിക്യം കൊടിമരം സ്ഥാപക ഭാരവാഹി തുടങ്ങിയ നിരവധി സാമൂഹ്യ മേഖലകളിലും തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട് KK തമ്പാൻ. ഹിന്ദി പഠിപ്പിക്കാൻ ഒരു സ്ഥാപനം എന്ന നിലയ്ക്ക് ഹിന്ദി പ്രചാര മണ്ഡലം സ്ഥാപിക്കാൻ ചെറിയൊരു തുകയ്ക്ക് തൻ്റെ സ്ഥലം വിട്ടുകൊടുത്ത കാരുണ്യത്തിൻ്റെ പ്രതിഭ കൂടിയാണ് KK തമ്പാൻ. കണ്ടാൽ ശൗര്യമെന്ന് തോന്നിക്കുമെങ്കിലും നിറയെയുണ്ട് ഉള്ളിലെ സ്നേഹം. മനുഷ്യരെ ചേർത്ത് നിർത്താനും സങ്കടങ്ങൾ കണ്ടറിഞ്ഞ് സഹായിക്കാനും സ്നേഹത്തിൻ്റെ നിറകുടമായ മനസ്സിനുടമയായിരുന്നു അഡ്വക്കേറ്റ് KK തമ്പാൻ. ആ വലിയ മനുഷ്യൻ്റെ ഓർമ്മയ്ക്ക് മുന്നിൽ ശിരസ് നമിക്കുന്നു. എന്തെങ്കിലുമൊക്കെ സമൂഹത്തിന് ചെയ്യുമ്പോഴാണ് നമുക്കും ഈ പ്രതിഭകളെ സ്മരിക്കാനാവുക. നാഷണൽ സ്കൂളിലെ പരീക്ഷാകാലം ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. അക്കാലത്ത് പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ സൂക്ഷിക്കാനുള്ളൊരു അലമാരിയില്ലാത്തൊരു കാലഘട്ടങ്ങളിൽ KK തമ്പാനെ വന്ന് കാണുകയും KK തമ്പാൻ താൻ ഉപയോഗിക്കുന്ന ഒരു ലോക്കറെടുത്ത് സ്കൂളിന് കൊടുക്കുകയും ചെയ്തൊരു കാര്യം നമ്മുടെ രാമനാഥൻ മാഷ് ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. PK നാരായണ പിഷാരടി, MC പോൾ, മഹാകവി വള്ളത്തോൾ, G ശങ്കരക്കുറുപ്പ്, ഒളപ്പണ്ണ, MC ജോസഫ്, കലാമണ്ഡലം നീലകണ്ഠ നമ്പീശൻ, ശങ്കരൻ എമ്പ്രാന്തിരി, പള്ളിപ്പുറം ഗോപാലനാശൻ, കലാമണ്ഡലം കൃഷ്ണൻ നായർ, കലാമണ്ഡലം കേശവൻ, അമ്മന്നൂർ ചാച്ചു ചാക്യാർ, മാധവ് ചാക്യാർ, മുൻ മുഖ്യമന്ത്രി C അച്യുതമേനോൻ, CR കേശവൻ വൈദ്യർ, നാണുമാഷ്, കുറിയേടത്ത് നമ്പൂരി തുടങ്ങിയ നിരവധി പ്രമുഖ വ്യക്തികളുമായിട്ടുള്ള വക്കീലിൻ്റെ അടുപ്പം സൗഹൃദവും ഒരു സമൂഹത്തിൻ്റെ വളർച്ചയ്ക്ക് പങ്കുവയ്ക്കാൻ സാധിച്ചു. ഒരുപാട് നാളുകളായി ഉദരസംബന്ധമായ രോഗം അദ്ദേഹത്തെ വല്ലാതെ അലട്ടിയിരുന്നു. 1978 64-ാമത്തെ വയസ്സിൽ KK തമ്പാനെ ആ കർമ്മയോഗി ഈ ലോകം വെടിഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് മുന്നിൽ പ്രണാമം അർപ്പിക്കുകയാണ്. KR തമ്പാൻ നമുക്കറിയാം, ഇരിഞ്ഞാലക്കുടയുടെ രാഷ്ട്രീയ രംഗത്ത് സാമൂഹ്യ രംഗത്തൊക്കെ തന്നെ നിറഞ്ഞു നിൽക്കുന്ന ഒരാളായിരുന്നു അഡ്വക്കേറ്റ് KR തമ്പാൻ. തൻ്റെ തൊഴിൽ മേഖലയിൽ നിന്നുള്ള സഹായ ഹസ്തങ്ങൾ നൽകിക്കൊണ്ട് സമൂഹത്തിലെ സാധാരണക്കാരുടെ അഭയകേന്ദ്രം കൂടിയായിരുന്നു KK തമ്പാൻ്റെ വീട് എന്ന് പറയാം. തൻ്റെ ജീവിതം കൊണ്ട് അർത്ഥമാക്കിയ സഖാവാണ് KK തമ്പാൻ. CPIയുടെ നേതാവും കർഷക തൊഴിലാളിയുടെ ഉന്നമനത്തിനു വേണ്ടി പ്രവർത്തിച്ച തൊഴിലാളി നേതാവുമായിരുന്നു. സാധാരണക്കാരനെ കേൾക്കാനുള്ള മനസ്സ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. ആര് ചെന്നൊരു സഹായം ചോദിച്ചാലും അത് സന്തോഷത്തോടെ നിറവേറ്റി കൊടുക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. കഥകളിയെ പ്രോത്സാഹിപ്പിക്കുന്നതിലും കലാകാരന്മാരെ സഹായിക്കുന്നതിലും മനസ്സ് കാണിച്ച മനുഷ്യസ്നേഹിയായിരുന്നു. മീനാക്ഷി തമ്പാൻ എന്ന പ്രൊഫസർ മീനാക്ഷി തമ്പാനെ രാഷ്ട്രീയ രംഗത്തും പൊതുപ്രവർത്തന രംഗത്തും തൻ്റെ വ്യക്തിമുദ്ര പതിപ്പിക്കാൻ ഏറെ പ്രോത്സാഹനം ചെയ്തു കൊടുത്ത മാതൃകാ ഭർത്താവും സാമൂഹ്യ സ്നേഹിയുമായിരുന്നു KR തമ്പാൻ. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തോടുള്ള കൂറും സമൂഹത്തോടുള്ള പ്രതിബദ്ധതയുമാണ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും അഖിലേന്ത്യാ മഹിളാ ഫെഡറേഷനും പ്രശസ്തവും പ്രഗത്ഭയുമായിട്ടുള്ള പ്രൊഫസർ മീനാക്ഷി തമ്പാൻ എന്ന ധീര വനിതയെ നമുക്ക് കിട്ടിയത്. KK തമ്പാൻ്റെ ശിക്ഷണത്തിലെ ഒരാളായിരുന്നു KR തമ്പാനും. KK തമ്പാനു ശേഷം KR തമ്പാനും അഭിഭാഷക വൃത്തിയിലേറെ പ്രശസ്തനായിരുന്നു. തിരക്ക് പിടിച്ച വക്കീൽ ജീവിതത്തിനിടയിലും രാഷ്ട്രീയ പൊതു ഇടങ്ങളിൽ തൻ്റെ വ്യക്തിമുദ്ര പതിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഒരു സമൂഹത്തെ ചേർത്ത് പിടിക്കുന്നു ഇവർ. കലയെയും കലാകാരന്മാരെയും പ്രോത്സാഹിപ്പിക്കുന്നു. അതിലൂടെ സമൂഹത്തിൻ്റെ ഐക്യവും സമാധാനവും നിലനിർത്തുന്നു എന്നുള്ളതാണ്. ഈ പ്രഗത്ഭരായിട്ടുള്ള വ്യക്തികളുടെ അനുസ്മരണത്തോടെ അനുബന്ധമായിട്ടാണ് കലാരംഗത്ത് കഴിഞ്ഞ നൂറ്റാണ്ടിലെ ചരിത്രപരമായ ഒട്ടേറെ സാക്ഷ്യപ്പെടുത്തലുകൾക്ക് നിദാനമായ കഥകളി രംഗം എന്ന പുസ്തകത്തിൻ്റെ ഗ്രന്ഥകർത്താവും കലാവിവക്ഷനും നിരൂപകനുമായ KPS മേനോൻ്റെ സംഭാവനകളെക്കുറിച്ച് കാലം ആവശ്യപ്പെടുന്ന ഒരു സെമിനാറും കഥകളി ക്ലബ്ബ് ഒരുക്കുന്നുണ്ട്. സുവർണത്തിൻ്റെ ഭാഗമായി ആമുഖ പ്രഭാഷണത്തിലൂടെ നളചരിതം 2ാം ദിവസം കഥകളിയും സംഘടിപ്പിച്ചുകൊണ്ട് KK തമ്പാൻ്റെയും KR തമ്പാൻ്റെയും സ്മരണകൾ ഞങ്ങൾ സമൂഹത്തിൻ്റെ ആവശ്യമായി ഈ കാലഘട്ടത്തിന് സാക്ഷ്യപ്പെടുത്തുകയാണ്. ഈ അനുസ്മരണ സമ്മേളനം നടത്താൻ അഡ്വക്കേറ്റ് KR തമ്പാൻ്റെ കുടുംബാംഗങ്ങളുടെ സഹായ സഹകരണങ്ങൾ കഥകളി ക്ലബിനൊപ്പം ഉണ്ടെന്ന കാര്യം സന്തോഷത്തോടു കൂടി അഭിമാനത്തോടു കൂടി ഞങ്ങൾ പങ്കുവയ്ക്കുന്നു. നമ്മുടെ അടുത്ത പരിപാടി ഭദ്രദീപം തെളിയിക്കലാണ്. അത് ചെയ്യുന്നത് KR തമ്പാൻ്റെ മൂത്ത മകനായിട്ടുള്ള അഡ്വക്കേറ്റ് രഞ്ജിത്ത് തമ്പാനാണ്. ഒപ്പം തന്നെ KR തമ്പാൻ KK തമ്പാൻ ഓർമ്മകളിലൂടെ എന്ന വിഷയം അദ്ദേഹത്തിൻ്റെ KR തമ്പാൻ്റെ മകൾ മീര തമ്പാൻ അവതരിപ്പിക്കും. KK തമ്പാനും KR തമ്പാനും ഇരിഞ്ഞാലക്കുടിയുടെ സാംസ്കാരിക പ്രവർത്തനങ്ങളും എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തുന്നത് നമുക്കേവർക്കും പ്രിയപ്പെട്ട
TR ദാമോദരൻ മാഷാണ്. അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ട്. തുടർന്ന് സംഗമ ഗ്രാമത്തിൻ്റെ സാംസ്കാരിക പൈതൃക സ്വത്തിൽ ഭരണ സ്ഥിരാകേന്ദ്രത്തിൻ്റെ ഇടപെടലുകളും ഇടർച്ചകളും പരിഹാരങ്ങളും എന്ന സ്മാരക പ്രഭാഷണം നടത്തുന്നത് നമുക്കറിയാം ഇതിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവും അതോടൊപ്പം തന്നെ യുവകലാസാഹിതി എന്ന ഏറ്റവും വലിയ പ്രഗത്ഭമായിട്ടുള്ള സാംസ്കാരിക സംഘടനയുടെ ദീർഘകാലം നമ്മുടെ യുവകലാസാഹിതിയുടെ സംസ്ഥാന സെക്രട്ടറിയുമായിരുന്ന സഖാവ് EM സതീശനാണ്. അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ അദ്ദേഹം നല്ല പ്രഭാഷകനാണ്, എഴുത്തുകാരനാണ്. നമുക്കറിയാം നിരവധി പത്രങ്ങളിലൂടെയും മറ്റുള്ള മാധ്യമങ്ങളിലൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ എഴുത്ത് നാം കണ്ടതാണ്, വായിച്ചതാണ്. ഒരു വർഷക്കാലം നീണ്ടു നിന്ന് 2025 ജനുവരി 12 അവസാനിക്കുന്ന സുവർണത്തിൻ്റെ ഭാഗമായി KPS മേനോനും രംഗകലകളും എന്ന വിഷയത്തെ ആസ്പദമാക്കി നടക്കുന്ന സെമിനാറിൽ പ്രശസ്ത കൂടിയാട്ടാചാര്യൻ ഇരിഞ്ഞാലക്കുടിയുടെ അഭിമാനമായ വേണുജിയും കേരള കലാമണ്ഡലം ഡീനും ഭരണസമിതി അംഗങ്ങളുമായ ഡോക്ടർ N അജയകുമാറും പ്രഭാഷണങ്ങൾ നടത്തും. ഉച്ചതിരിഞ്ഞ് നമുക്ക് 2 മണിക്ക് നളചരിതം 2-ാം ദിവസം കഥയുടെ കാണാപ്പുറങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ച് പ്രശസ്ത കലാ നിരൂപകൻ KB രാജ് ആനന്ദ് ആമുഖ പ്രഭാഷണം നടത്തും. തുടർന്ന് നടക്കുന്ന നളചരിതം 2-ാം ദിവസം കഥകളി നടക്കുന്നു. ഈ ധന്യമുഹൂർത്തത്തിൽ എത്തിച്ചേർന്ന എല്ലാ മാന്യവ്യക്തികൾക്കും ഡോക്ടർ KN പിഷാരടി സ്മാരക കഥകളി ക്ലബിൻ്റെ പേരിലും KK തമ്പാൻ KR തമ്പാൻ അനുസ്മരണ സമ്മേളന സംഘാടനത്തിൻ്റെ പേരിലും സ്വാഗതം ചെയ്യുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്നേഹവും നന്ദിയും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായിട്ട് നമുക്ക് ഭദ്രദീപം തെളിയിക്കലാണ്. ഭദ്രദീപം തെളിയിക്കുന്നതിന് വേണ്ടി രഞ്ജിത്ത് തമ്പാനെയും കുടുംബാംഗങ്ങളെയും സതീശേട്ടനും എല്ലാവരും. അടുത്തതായി മീറിയ സ്നേഹപൂർവ്വം ക്ഷണിച്ചോളൂ. ഇന്നിപ്പോൾ അനുസ്മരിക്കപ്പെടുന്ന KK തമ്പാൻ്റെ പൗത്രിയും KR തമ്പാൻ്റെ പുത്രിയുമാണ്. ഇവിടെ നിൽക്കാനുള്ള എൻ്റെ യോഗ്യത അതോടുകൂടി അവസാനിച്ചു എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അത് മാത്രമാണ് ഒരു യോഗ്യത ഉള്ളത്. എന്നാലും എന്താ പറയുക, മുത്തശ്ശൻ 46 കൊല്ലം മുമ്പും അച്ഛൻ 16 കൊല്ലം മുമ്പും നമ്മളെ വിട്ടുപോയതാണ്. അങ്ങനെയുള്ള 2 ആൾക്കാരെ അനുസ്മരിക്കണം എന്ന് ഒരു സദസ്സിന് തോന്നുന്നു എന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലത്ത് ഒരു ക്ലിക്കിൻ്റെ വേഗതയിൽ ആൾക്കാരുടെ ഓർമ്മയും ഒക്കെ മറയുന്ന കാലത്ത് ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് നമ്മളെ വിട്ടുപോയ 2 പേരെ അനുസ്മരിക്കണം എന്ന് ഒരു സദസ്സിന് തോന്നുന്നെങ്കിൽ അത് തന്നെയാണ് അവരുടെ ജീവിതത്തിൻ്റെ ധന്യത എന്ന് ഞാൻ മനസ്സിലാക്കണു. അതിന് ഒരു അവസരം ഉണ്ടാക്കി തന്ന കഥകളി ക്ലബിന് തമ്പാൻ കുടുംബത്തിൻ്റെ പേരിൽ വളരെയധികം നന്ദി അറിയിക്കുകയാണ്. പിന്നെ ഇവരുടെ 2 പേരുടെയും പൊതുരംഗത്തെ നേട്ടങ്ങളെയൊക്കെ പറ്റി ഈ ഒരു സദസ്സിന് ഞാൻ പറഞ്ഞ് ഇതാവേണ്ട കാര്യമില്ല എന്നെനിക്ക് അസലായിട്ടറിയാം. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ, മുത്തശ്ശൻ്റെ പൗത്രിയും അച്ഛനും ആ 2 പേരുടെയും ഒരു കുടുംബാംഗം അല്ലെങ്കിൽ ഒരു പിൻതലമുറക്കാരി എന്നുള്ള ഇതിൽ എൻ്റെ അല്ലെങ്കിൽ ഞങ്ങളുടെ കുടുംബത്തിന് എന്താണ് പ്രാധാന്യം, അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ എന്താണ് അതിനുള്ളൊരു സ്വാധീനം, അവർ 2 പേരും ഞങ്ങളുടെ കുടുംബത്തിൽ എന്താണ് സ്വാധീനം എന്നുള്ളതാണ് എനിക്ക് കൂടുതലും പറയാൻ. അതിനാണ് കൂടുതൽ പ്രാധാന്യം തോന്നുന്നു. മറ്റത് പൊതുരംഗത്തുള്ള നേട്ടങ്ങളൊക്കെ ഇരിഞ്ഞാലക്കുടക്കാർക്ക് പൊതുവേയും ഇവിടെ ഇരിക്കുന്ന സദസ്സിന് പ്രത്യേകവും എന്നെക്കാട്ടിലും കൂടുതൽ അറിയാം. കാരണം മുത്തശ്ശൻ മരിക്കുമ്പോൾ 3 വയസ്സാണ് എനിക്ക്. അപ്പോൾ പറഞ്ഞറിഞ്ഞ് കേട്ടറിഞ്ഞിട്ടുള്ള അറിവാണ് അധികം. ഇവർക്ക് 2 പേർക്കും 2 വ്യക്തികൾക്കുമുള്ള ഒരു സാമ്യം എനിക്ക് തോന്നിയിട്ടുള്ളത് എന്താ വെച്ചാൽ, അവരുടെ സ്വഭാവത്തിൻ്റെ സാമ്യം എന്താണെന്ന് വിചാരിച്ചാൽ, ഒരു അവർ ഇപ്പോൾ ആലോചിക്കുമ്പോൾ എന്താ വെച്ചാൽ, അവർ 2 പേരും കൊരട്ടി സ്വരൂപത്തിൽ ജനിച്ചു. തൃശ്ശൂർ കോളേജ് വിദ്യാഭ്യാസം നടത്തി. ബോംബെ സിദ്ധാർത്ഥ ലോ കോളേജിലാണ് 2 പേരും നിയമം പഠിച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞ് ഇരിഞ്ഞാലക്കുടയിൽ വന്ന് അഭിഭാഷക വൃത്തി ചെയ്ത് ഇരിഞ്ഞാലക്കുടക്കാരായി മാറി എന്നുള്ളത് അവർ തമ്മിലുള്ള ഒരു നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ അതാണ് ഒരു സാമ്യത, ഒരു സിമിലാരിറ്റി. പക്ഷേ അവരുടെ ക്യാരക്ടർ വൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ അവരുടെ ഏറ്റവും വലിയ സിമിലാരിറ്റി എന്ന് പറയുന്നത് അവർക്കുണ്ടായിരുന്ന സഹൃദയത്വമാണ്.
രണ്ടുപേരും ഈക്വലി അവരുടെ മുമ്പിൽ വരുന്ന ഒരു മനുഷ്യനെ മറ്റ് പരിഗണനകൾക്ക് അതീതമായിട്ട് എന്തോ ആയിക്കോട്ടെ, മതമോ സാമ്പത്തികമോ വർണ്ണമോ എന്ത് തന്നെ ആയിക്കോളൂ, അതൊന്നും അവരുടെ കണ്ണിൽ പോയിരുന്നില്ല. അവരുടെ മുമ്പിൽ വന്നിരിക്കുന്ന ഒരു മനുഷ്യനെ മനുഷ്യനായി കാണാനും തന്നെ പോലുള്ള ഒരു മനുഷ്യനാണ് മറ്റേ ആൾ എന്ന് അംഗീകരിക്കാൻ ഉള്ള ഒരു മനോഭാവം അവർക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കണ അവർ തമ്മിലുള്ള ഏറ്റവും വലിയ സാമ്യം. പിന്നെ അവർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേപോലെ മനുഷ്യരെ കാണുക. നമ്മൾ പരിചയപ്പെടുന്ന മനുഷ്യരെ നമ്മളെക്കാൾ മേലെയോ നമ്മളെക്കാൾ താഴെയോ അല്ലാതെ എല്ലാവരും ഒരേ ലെവലാണ്. രണ്ടുപേരെയും ഞാൻ കണ്ടിട്ടുള്ളത് വെച്ചിട്ട് ഒരു വലിയ റെസ്പെക്റ്റ്, ഒരു ആരാധനാ മനോഭാവത്തോടു കൂടി ആരെയും നോക്കണ കണ്ടിട്ടില്ല. അച്ഛനായാലും മുത്തശ്ശനായാലും. പിന്നെ ആരെയും താഴ്ത്തിയും കാണണ കണ്ടിട്ടില്ല. അപ്പോൾ അത് തന്നെ എല്ലാം ഒരു എന്താ പറയുക ലെവലായിരുന്നു, ഒരു ലെവലായിട്ട് കാണാൻ പറ്റുക. അപ്പം നമ്മളെപ്പോലെ തന്നെ നമ്മുടെ മുമ്പിലുള്ള ആളെ കണ്ടു കഴിഞ്ഞാൽ അവരോടുള്ള പെരുമാറ്റത്തിലും അത് തന്നെ വരും, അതിലൊരു മാറ്റവും ഉണ്ടാവില്ല. ഈ ഒരു സാമ്യം കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ തമ്മിൽ വൈരുദ്ധ്യങ്ങളാണ് അധികം. ബാല്യം തൊട്ട് തന്നെ തുടങ്ങുമ്പോൾ മുത്തശ്ശൻ എന്ന് പറഞ്ഞാൽ മുത്തശ്ശൻ ഒരു ഒറ്റ കുട്ടിയാണ്. അവരുടെ പേരൻസിന് മാതാപിതാക്കളുടെ എല്ലാ സംരക്ഷണത്തിലും എന്താ പറയുക സമ്പന്നമായ ബാല്യമാണ്. ലാളനയായാലും സമ്പത്തായാലും സംരക്ഷണമായാലും ഒക്കെ നല്ലോണം കിട്ടി അങ്ങനെ ജീവിച്ച് വളർന്ന ഒരു ആളാണ് മുത്തശ്ശൻ. അപ്പോൾ അച്ഛൻ അങ്ങനെയല്ല. അച്ഛന് ഇതിൻ്റെയൊക്കെ ഓപ്പോസിറ്റാണ് അച്ഛൻ. അച്ഛൻ്റെ അച്ഛൻ അവരുടെ ഫാമിലി വിട്ട് ഉപേക്ഷിച്ചു പോയ ഒരാളാണ്. അപ്പോൾ അനാഥത്വം, അവഗണന, കടുത്ത ദാരിദ്ര്യം, അനാരോഗ്യം, ഇതെല്ലാം എല്ലാ നെഗറ്റീവ്സുകളുടെയും ഒരു ഇതായിരുന്നു അച്ഛൻ്റെ ജീവിതം. അപ്പോൾ അച്ഛൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു പോരാട്ടം തന്നെയാണ്. അത്രയും നെഗറ്റീവുകൾ ഫൈറ്റ് ചെയ്ത് സ്വന്തം വിൽ പവർ കൊണ്ട് മാത്രം കയറി വന്ന ഒരാളാണ് അച്ഛൻ. അപ്പോൾ ഇവരുടെ രണ്ടുപേരുടെയും ജീവിതം അതുകൊണ്ട് തന്നെ ഈ രണ്ട് ബാല്യങ്ങളും അവർ അനുഭവിച്ച കാര്യങ്ങളും ഒക്കെ അവരുടെ ക്യാരക്ടറിനെയും നല്ലോണം ബാധിച്ചിട്ടുണ്ട്. ക്യാരക്ടർ രൂപീകരണത്തിൽ അത്രയും ബാധിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ബിക്കോസ് മുത്തശ്ശൻ എന്ന് പറഞ്ഞാൽ മുത്തശ്ശൻ ഒരു സൗമ്യമായിട്ടുള്ള പേഴ്സണാലിറ്റി ആണെന്നാണ് ഞാൻ മനസ്സിലാക്കണത്. വളരെ സൗമ്യതയായിരുന്നു. ഒന്നിലും ഒരു തിരക്കൊന്നുമില്ല. എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള പേസിൽ ഇങ്ങനെ ഓടിപ്പിടിച്ച് നടന്ന് അങ്ങനെയൊന്നും മുത്തശ്ശനെ പറ്റി ആരും പറഞ്ഞു കേട്ടിട്ടില്ല. വളരെ സൗമ്യതയോടുകൂടി കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളായിട്ടാണ് മുത്തശ്ശനെ കണ്ടിരിക്കണേ. പക്ഷെ അതേസമയം വളരെ അച്ചീവ്മെൻറ്റ്സും നേടിയിട്ടുണ്ട്. പക്ഷെ അതിനൊന്നും ഒരു തിരക്കോ ബഹളമോ ഒന്നും ഉണ്ടായിട്ടില്ല. ഒരു ബഹളം ഇല്ലാത്ത ഒരാളാണ് മുത്തശ്ശൻ എന്നാണ് മനസ്സിലാക്കണേ. അച്ഛൻ അങ്ങനെയല്ല. അച്ഛന് ശുണ്ഠി, അക്ഷമ, തിരക്ക് എല്ലാം ഉണ്ടായിരുന്നു. നല്ല എന്താ പറയുക എല്ലാം പെട്ടെന്ന് ചെയ്യണം ഒക്കെ അങ്ങനെ ഒരു സൗമ്യ മനോഭാവം കണ്ടിട്ടില്ല അച്ഛന്, ഒട്ടും കണ്ടിട്ടില്ല. അപ്പോൾ അത് രണ്ടും നല്ല വ്യത്യാസമാണ്. അവർ തമ്മിലുള്ള അവരുടെ ജീവിത സാഹചര്യങ്ങൾ അവരെ അങ്ങനെ ആക്കിയതാവാം. അങ്ങനെ ആണ് എനിക്ക് മനസ്സിലാക്കിയിരിക്കുന്നത്. പിന്നെ ഇപ്പോൾ കെ തമ്പാൻ മുത്തശ്ശനെ പറ്റി പറയുകയാണെങ്കിൽ മുത്തശ്ശൻ ഇവിടെ വന്ന് കൊരട്ടിയിൽ നിന്ന് വന്ന് ഇവിടെ വക്കീലായി ജോലിയൊക്കെ തുടങ്ങിയ സമയത്ത് കേരളം രൂപീകരിച്ചതിന് ശേഷമുള്ള ആദ്യത്തെ ഇരിഞ്ഞാലക്കുട ബാർ അസോസിയേഷനിലെ ഇരിഞ്ഞാലക്കുട കോടതിയിലെ ആദ്യത്തെ പബ്ലിക് പ്രോസിക്യൂട്ടറും ഗവൺമെൻറ് പ്ലീഡറുമാണ് മുത്തശ്ശൻ. അങ്ങനെ മാത്രമല്ല ഈ പരിസരത്തുള്ള ഇപ്പം കൂടി നമ്മൾ ഒരാളോട് സംസാരിച്ച് കഴിഞ്ഞാൽ മുത്തശ്ശൻ്റെ കക്ഷികളായിരുന്ന ആൾക്കാരുടെ പേരക്കുട്ടികളോ അവരൊക്കെ ആയിരിക്കും ഇപ്പോഴും നമ്മളോട് സംസാരിക്കുന്നുണ്ടാവുക. അത് തന്നെ വളരെ ഒരു ആസ് എ ഒരു യങ്ങർ ജനറേഷനിലുള്ള ആൾക്കാരെന്ന് പറയുമ്പോൾ നമുക്കതൊരു ഭയങ്കര അഭിമാനമാണ്. മുത്തച്ഛനെ പറ്റിയിട്ടോ അച്ഛനെ പറ്റിയിട്ടോ ഒക്കെ അത്ര ഇതായിട്ടാണ് ആൾക്കാർ സംസാരിക്കുക. അപ്പോൾ കരിയർ വൈസ് മുത്തച്ഛൻ അത്രയും സക്സസ്ഫുള്ളായിട്ട് നിൽക്കണ അതേ സമയത്ത് തന്നെ പറയേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ പാരമ്പര്യ കലകളിൽ കൂടിയാട്ടം, കഥകളി അങ്ങനെ വേണ്ട എല്ലാ കലകളിലും മുത്തശ്ശന് അഗാധമായിട്ടുള്ള അറിവും അതിൽ താല്പര്യവും ഉണ്ടായിരുന്നു. പിന്നെ ആ സമയത്ത് ഇരിഞ്ഞാലക്കുടയിൽ നടന്നിട്ടുള്ള എല്ലാ സാംസ്കാരിക സ്ഥാപനങ്ങളായിക്കോട്ടെ കാര്യങ്ങളായിക്കോട്ടെ മുത്തശ്ശൻ്റെ കയ്യൊപ്പ് അതിലെവിടെയെങ്കിലും ഉണ്ടാവും. അതൊക്കെ ഒരു വലിയ അച്ചീവ്മെൻ്റാണ്. കാരണം ഇപ്പോഴത്തെ കാലത്ത് ഏതെങ്കിലും ഒരു കാര്യത്തിൽ തന്നെ നമ്മുടെ ഒരു സാന്നിധ്യം വരാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇത് എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസിലും ഏത് എടുത്താലും അതിൽ ഒരു കയ്യൊപ്പ് മുത്തശ്ശൻ്റെ ഉണ്ടാവും. പിന്നെ അത് കൂടാണ്ട് ഇപ്പോൾ കൂടിയാട്ടം ഒക്കെ ആണെങ്കിൽ ഗുരു അമ്മന്നൂർ മാധവ ചാക്യാരുടെയൊക്കെ
പെർഫോമൻസ് അമ്പലത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരാനായിട്ട് വളരെയധികം പ്രേരിപ്പിക്കുകയും അതിനു വേണ്ട പിന്തുണയും സഹായവും ഒക്കെ ചെയ്തിട്ടുണ്ട് മുത്തശ്ശൻ എന്നാണ്. അവർ തമ്മിലുള്ള ആ ബന്ധം അങ്ങനെയായിരുന്നു, അത്ര അടുത്ത ബന്ധമായിരുന്നു ആശാനും മുത്തശ്ശനും ഒക്കെ ആയിട്ട് ഉണ്ടായിരുന്നത്. പിന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പറയുമ്പോൾ മഹാത്മാഗാന്ധി റീഡിംഗ് റൂം അതിൻ്റെ ആദ്യകാല പ്രവർത്തകരിൽ ഏറ്റവും സജീവമായിട്ടുള്ള ആളായിരുന്നു. പിന്നെ ക്ലബിൻ്റെ സ്ഥാപക സെക്രട്ടറിയാണ്. പിന്നെ ഹിന്ദി പ്രചാര മണ്ഡലത്തിൻ്റെ ഇൻസെപ്ഷൻ സമയത്ത് സ്ഥലമെല്ലാം വിട്ടുകൊടുത്ത് അങ്ങനെ സഹായിക്കാനുള്ളൊരു മനസ്ഥിതി മുത്തശ്ശനുണ്ടായി. കലാനിലയമാണ് മുത്തശ്ശൻ്റെ ഏറ്റവും ഫേവററ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ്. അപ്പോൾ മുത്തശ്ശൻ്റെ സമകാലികരായിട്ടുള്ള കുറേ ആൾക്കാർ കൂടി ഉണ്ടായ ഒരു കൂട്ടായ പ്രവർത്തനത്തിൻ്റെ ഫലമാണ് കലാനിലയം എന്നുള്ളൊരു സ്ഥാപനം ഉണ്ടായത്. കലാനിലയം ആക്ച്വലി അമ്മയൊക്കെ പറയണ കേട്ടിട്ടുണ്ട്, കലാനിലയം മുത്തശ്ശൻ്റെ ഒരു കുട്ടി തന്നെയാണ്. കലാനിലയം സംരക്ഷിച്ചു കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് വല്ലപ്പോഴും പോവുക അല്ലെങ്കിൽ ഒരു ഡൊണേഷൻ കൊടുക്കുക അങ്ങനെയൊന്നുമല്ല മുത്തശ്ശന് കലാനിലയം എന്ന് പറഞ്ഞാൽ. മുത്തശ്ശനും ആ കൂട്ടായിട്ട് പ്രവർത്തിച്ചിരുന്ന സുഹൃത്തുക്കളുടെയും വീടുകളിലും മാറി മാറിയാണ് കലാനിലയത്തിലെ വിദ്യാർത്ഥികളുടെ ഹോസ്റ്റൽ സൗകര്യം പോലും ഏർപ്പെടുത്തിയിരുന്നതെന്ന് കേട്ടിട്ടുണ്ട്. പിന്നെ കലാനിലയത്തിൻ്റെ എന്ത് പ്രവർത്തനത്തിനായാലും അമ്മ ഒരു രസമായിട്ടുള്ളൊരു കാര്യം പറയാറില്ല. എന്താ വെച്ചാൽ മുത്തശ്ശന് അടിമാലി ചോലയിൽ ഒരു എസ്റ്റേറ്റ് ഉണ്ടായിരുന്നു അത്രേ. അപ്പോൾ അവിടുന്ന് പച്ചക്കറിയും സാധനങ്ങളൊക്കെ കൊണ്ടുവന്നാൽ ആദ്യം കലാനിലയത്തിൽ അത്ര ഇറക്കുക, അത് കഴിഞ്ഞിട്ടേ വീട്ടിലേക്ക് വരുള്ളൂ എന്ന് പറയണ കേട്ടിട്ടുണ്ട് അമ്മ. അപ്പോൾ അത്രയ്ക്കും വാത്സല്യവും ഇതൊക്കെ ആയിട്ടാണ് അത് കലാനിലയം വളർത്തിക്കൊണ്ടുവന്നത്. പിന്നെ കലാനിലയത്തിൻ്റെ ഒരു കോണ്ടാക്ട് പേഴ്സൺ ആയിട്ടാണ് മുത്തശ്ശൻ അധികവും പ്രവർത്തിച്ചിരുന്നേ തോന്നുന്നു. കലാനിലയത്തിനെ പറ്റി എന്തറിയാനും ഫസ്റ്റ് കോണ്ടാക്ട് പേഴ്സൺ മുത്തശ്ശനായിരുന്നു. കേരളത്തിൽ ആരെങ്കിലും വിദേശീയരായിട്ടുള്ള ഗവേഷണ വിദ്യാർത്ഥികളോ അല്ലെങ്കിൽ ഏതെങ്കിലും കലാകാരന്മാരോ പുറത്തുനിന്ന് വരികയാണെങ്കിൽ അവരെല്ലാം കലാനിലയം സന്ദർശിക്കണമെന്നും കലാനിലയത്തെ പറ്റി അറിയണമെന്നും ഒക്കെ ഉള്ള വലിയ നിഷ്കർഷ പാലിച്ചിരുന്നു മുത്തശ്ശൻ. അതിനുവേണ്ടി പ്രയത്നിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഡോക്ടർ മരോട്ടി എന്നൊക്കെ പറയണ അവരൊക്കെ ഇറ്റാലിയൻ ആൾക്കാരെല്ലാവരും ഇവിടെ വന്ന് ഇതാവാനൊക്കെ മുത്തശ്ശൻ്റെ ഒരു എഫേർട്ട് ഉണ്ടായിരുന്നു അതിലൊക്കെ. കലാനിലയം കലാമണ്ഡലത്തിൻ്റെ ഒപ്പം തന്നെ കയറി പോരണം എന്നൊക്കെ ആയിരിക്കാം ആഗ്രഹം ഉണ്ടായിരുന്നത്. ഇപ്പോഴത്തെ അവസ്ഥ പരിതാപകരം, അത് നമുക്കൊന്നും പറയാനില്ല. പക്ഷേ അങ്ങനെയും അത്രയും സൂക്ഷിച്ച് സംരക്ഷിച്ച് ഒക്കെയാണ് കലാനിലയം ഇതാക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ മുത്തശ്ശൻ്റെ ഒരു ഇത് പറയുകയാണെങ്കിൽ ഇരിഞ്ഞാലക്കുട ഭാഗത്ത് ഏത് കലാകാരനോ ഏത് സാഹിത്യകാരനോ വന്നാൽ അവിടെ ഒരു തുറന്ന വീട്, മുത്തശ്ശൻ്റെ വീടെന്ന് പറഞ്ഞാൽ അവർക്ക് എല്ലാവർക്കും താമസിക്കുക ഭക്ഷണം കഴിക്കുക എന്താ വേണ്ട ചെയ്യണമെന്ന് വെച്ചാൽ ഒരു തുറന്ന ഗൃഹമായിരുന്നു എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. കൂടമാണിക്യം ഉത്സവത്തിൽ ML വസന്തകുമാരി പരിപാടി അവതരിപ്പിക്കാൻ വന്നപ്പോൾ മുത്തശ്ശൻ്റെ വീട്ടിൽ വന്ന് മുത്തശ്ശനെ സന്ദർശിച്ച വിശേഷം പറഞ്ഞു കേട്ടിട്ടുണ്ട്, അമ്മയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുമാതിരി തന്നെയാണ് കഥകളി കലാകാരന്മാരാണെങ്കിൽ നമ്പീശനാശാനൊക്കെ പ്രത്യേകിച്ച് പറയേണ്ടതാണ്. നമ്പീശനാശാന് ശരിക്കും മുത്തശ്ശൻ്റെ കുട്ടികളെക്കാട്ടിലും സ്വാതന്ത്ര്യം ആ വീട്ടിലുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞു കേട്ടിരിക്കുന്നത്. അത്രയ്ക്ക് അടുത്ത ഒരു ബന്ധമായിരുന്നു. ഈവൻ മഹാകവി വള്ളത്തോൾ അങ്ങനെ അവിടെ വരാത്തവരായിട്ട് ഇനി അന്നത്തെ കലാകാരന്മാർ ആരും ഉണ്ടായിരുന്നില്ല എന്ന് തന്നെ പറയാം. അതപ്പോൾ അത്രയും അവർക്ക് സ്വാതന്ത്ര്യവും സ്വാഗതവുമായിരുന്നു എന്നുള്ളത് കൊണ്ടായിരിക്കുമല്ലോ അവർ അവിടെ വന്നിട്ടുണ്ടാവുക. അങ്ങനെ ഇത് കലയിൽ മാത്രമല്ല സാഹിത്യത്തിൻ്റെ കാര്യത്തിലായാലും മുത്തശ്ശൻ സാഹിത്യ പരിഷത്തിൻ്റെ ആജീവനാന്ത അംഗമായിരുന്നു. ഇപ്പോൾ മുത്തശ്ശന് സാഹിത്യത്തിൽ പറയുമ്പോൾ എപ്പോഴും ഭാഷാഭാരതത്തിൻ്റെ പ്രസിദ്ധീകരണം ചെയ്തു, ടി.എൻ. നമ്പൂതിരി അങ്ങേരുടെ കൂടെ ചെയ്തു എന്നുള്ളതാണ് എടുത്തു പറയുന്നതെന്നുണ്ടെങ്കിലും അത് കൂടാണ്ടേയും മുത്തശ്ശന് എപ്പോഴും പേഴ്സണലായിട്ടുള്ള വ്യക്തികളായിട്ടുള്ള റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ ഒരു പ്രത്യേക കഴിവുണ്ടായിരുന്നു. പിന്നെ ചില ആൾക്കാരോട് നമ്മൾ ഒരു പ്രാവശ്യം സംസാരിച്ചാലും അവരുടെ ഇമ്പാക്റ്റ് നമുക്ക് മരിക്കോളം നിൽക്കും എന്ന് പറയണ മാതിരിയാണ് മുത്തശ്ശൻ്റെ അടുത്ത്. അങ്ങനെ ഒരാളാണ് ജി ശങ്കരക്കുറുപ്പ്. ശങ്കരക്കുറുപ്പ് മുത്തശ്ശന് ഒരു സഹോദര തുല്യം തന്നെയായിരുന്നു. ഏട്ടൻ എന്നാണ് അത്ര വിളിച്ചിരുന്നത് മുത്തശ്ശൻ ശങ്കരക്കുറുപ്പിനെ. പിന്നെ മുത്തശ്ശന് തീരെ വയ്യാണ്ടായി ഇരിക്കുന്ന സമയത്തൊക്കെ ശങ്കരക്കുറുപ്പ് സ്ഥിരമായിട്ട് വരുമായിരുന്നു അവിടെ മുത്തശ്ശനെ കാണാനും. മുത്തശ്ശന് തീരെ വയറിനൊക്കെ അസുഖമായിട്ട് മെഡിക്കൽ കോളേജിൽ കുറേ കാലം ട്രീറ്റ്മെൻറ്റൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത്
മുത്തശ്ശനെ കാണാൻ ഇടയ്ക്കിടയ്ക്ക് വരുമായിരുന്നു ജി ശങ്കരക്കുറുപ്പ്. ഇവരൊക്കെ വന്നു കഴിഞ്ഞാൽ മുത്തശ്ശന് ഇവർക്ക് താല്പര്യമുള്ള എല്ലാ ഫീൽഡിലും സംസാരിക്കാൻ എന്തെങ്കിലും ഉണ്ടാവും, ഇവർക്കും സംസാരിക്കാൻ ഉണ്ടാവും. അതാണ് പ്രത്യേകത. കാരണം എല്ലാ കാര്യങ്ങളെ പറ്റിയും സംസാരിക്കാനുള്ള അഗാധമായിട്ടുള്ള അറിവും ഇതൊക്കെ ഉള്ളത് കൊണ്ട് വരുന്നതും ആ സന്ദർശനം ഒട്ടും വിരസാവില്ല. അതൊരു ഇതായിരുന്നു. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഇരിഞ്ഞാലക്കുട പ്രദേശത്ത് വരുമ്പോൾ നമ്മൾ ഒരു കാര്യമില്ലെങ്കിലും ഒന്ന് കണ്ട് ഇതാവണ ഒരു കാരണം, ഒരു ഏട്ടൻ, അതായിരുന്നു മുത്തശ്ശൻ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതേ സമയം എൻ്റെ അച്ഛൻ KR തമ്പാനെ പറ്റി പറയുകയാണെങ്കിൽ, അച്ഛൻ സെൻറ്റ് തോമസിലാണ് കോളേജ് പഠിച്ചത്. അത് കഴിഞ്ഞിട്ട് കേരളോർമയിലാണ് BA സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് ഡിഗ്രി. അത് അന്ന് നല്ല ദാരിദ്ര്യമാണ്, ഫീസ് കൊടുക്കാൻ പോലും പൈസ ഇല്ലാത്ത അവസ്ഥയുണ്ട്. അപ്പോൾ അച്ഛൻ സ്വന്തം ചെലവുകൾക്കായിട്ട് സ്റ്റുഡൻസ് PG നടത്തിയിരുന്നു എന്നാണ് കേട്ടിരിക്കുന്നത്. PG നടത്തിയിട്ട് അതിൽ നിന്നുണ്ടാവുന്ന തുച്ഛമായിട്ടുള്ള വരുമാനമാണ് അത്ര സ്വന്തം ആവശ്യത്തിനായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. ആ സമയത്ത് കേരളോർമയിൽ പഠിക്കുന്ന സമയത്താണ് അച്ഛൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ട് കൂടുതൽ അടുത്ത് പ്രവർത്തിക്കാനും സ്റ്റുഡൻസ് ഫെഡറേഷൻ്റെ ഇതിൽ വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കാനും ഒക്കെ തുടങ്ങിയത്. അതിനുശേഷം അച്ഛൻ ബോംബെ പോയി LLB എടുത്തു. അവിടെ കസ്റ്റംസിൽ വർക്ക് ചെയ്തിട്ട് വൈകുന്നേരം ഈവനിങ് കോളേജാണ് അച്ഛൻ അറ്റൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അച്ഛന് കാഴ്ച പരിമിതി ജന്മനാ ഉണ്ട്, നല്ലോണം കാഴ്ച പരിമിതി ഉള്ള ഒരാളാണ്. അപ്പോൾ അതിൻ്റെയൊന്നും ചികിത്സ വളരെ ആരും കണ്ടുപിടിച്ചിട്ടില്ല. അത് പിന്നെ കല്യാണമൊക്കെ കുറേ കഴിഞ്ഞിട്ടൊക്കെയാണ് അതിനുള്ള ആദ്യത്തെ ഒരു ചികിത്സ അച്ഛന് കിട്ടുന്നത്. അത് അത്ര സക്സസ്ഫുള്ളും ആയില്ല, കാരണം വൈകി ഇതായതുകൊണ്ട്. അപ്പോൾ അച്ഛന് ജീവിതകാലം മുഴുവൻ കാഴ്ചയില്ലാത്ത ഒരാളെ പോലെ തന്നെയാണ് അച്ഛൻ ജീവിച്ചിരിക്കുന്നത്. വളരെ കുറവ് കാഴ്ചയാണ് അച്ഛന് ഉണ്ടായിട്ടുള്ളൂ. എന്നിട്ടും ഈ കസ്റ്റംസിൽ പോയി വർക്ക് ചെയ്ത് അവിടുന്ന് ഈവനിങ് കോളേജ് അറ്റൻഡ് ചെയ്ത് അതൊക്കെ കഴിഞ്ഞ് എന്നെ സംബന്ധിച്ച് അതൊക്കെ അച്ഛൻ്റെ ഒരു സെൽഫ് കോൺഫിഡൻസ്, ഒരു മനോധൈര്യം, ഒരു വിൽ പവർ, അതൊക്കെയാണ് എനിക്ക് കാണുന്നത്. അതാണ് എന്നെ ഏറ്റവും അഭിമാനം ഉണ്ടാക്കുന്നതും. അത് കഴിഞ്ഞ് LLB കഴിഞ്ഞ് വന്നിട്ട് അച്ഛൻ അന്നത്തെ അഡ്വക്കേറ്റ് ജനറൽ ആയിരുന്ന സൂര്യനാരായണ അയ്യരുടെ കൂടെ പ്രാക്ടീസ് ചെയ്യണം എന്നായിരുന്നു ഇത്ര ആഗ്രഹം ഹൈക്കോടതിയിൽ. അപ്പോഴാണ് മുത്തശ്ശന് വയ്യ. അപ്പോൾ മുത്തശ്ശൻ്റെ ആഗ്രഹപ്രകാരമാണ് ഇരിഞ്ഞാലക്കുടക്കാരനാവുന്നത് അച്ഛൻ. ഇരിഞ്ഞാലക്കുടയിൽ ഓഫീസിൽ വന്ന് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുന്നത് അങ്ങനെയാണ്. പിന്നെ അമ്മയായിട്ടുള്ള വിവാഹം അതുമൊക്കെ കഴിഞ്ഞിട്ടാണ് അച്ഛൻ ഇരിഞ്ഞാലക്കുടക്കാരാവുന്നത്. അച്ഛനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കലയായിട്ട് വലിയ ബന്ധമൊന്നും അച്ഛനുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഒന്നാമത്തെ കാര്യം, അച്ഛന് അത്രയ്ക്ക് ക്ഷമയില്ല. അത്രയ്ക്ക് ഇപ്പോൾ കഥകളി കാണാനുള്ള ക്ഷമയൊക്കെ അച്ഛനുണ്ടോയെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ കാണൂല്ലല്ലോ, കാഴ്ചയും വലിയ ബുദ്ധിമുട്ടല്ലേ. പക്ഷേ അതൊന്നും കഥകളി കലാകാരന്മാരെയോ അവരുടെ ആവശ്യങ്ങൾ അവരെയൊക്കെ വലിയ സ്നേഹമായിരുന്നു. ഇപ്പോൾ രാഘവനാശാനായാലും പരമേശ്വരനാശാനായാലും ആരായാലും അങ്ങനെ എല്ലാവരും അവിടെ വന്ന് അച്ഛനോട് സംസാരിച്ച് അച്ഛൻ ഇല്ലാത്ത സമയം ഉണ്ടാക്കി ഇവരോട് സംസാരിക്കുന്നതൊക്കെ ഞാൻ ചെറുപ്പത്തിലേ കണ്ടിട്ടുണ്ട്. അപ്പോൾ കഥകളി എന്നല്ല കേട്ടോ, എല്ലാ കലാകാരന്മാരുടെ അടുത്തും അച്ഛനൊരു അവരുടെ റൈറ്റ്സ് നേടിക്കൊടുക്കാനും ഒക്കെ വളരെ ഒരു ശ്രമം നടത്തിയിട്ടുണ്ട്. പിന്നെ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സമരമുറകളൊക്കെ ഡിസൈൻ ചെയ്ത് അങ്ങനെയാണ് അവർക്ക് ശമ്പള സ്കെയിൽ വന്നത്. പിന്നെ കൂടമാണിക്യം ദേവസ്വം ഗവൺമെൻറ് ഏറ്റെടുക്കാനും അതിലേക്ക് കൂടമാണിക്യം ക്ഷേത്രത്തിന് കിട്ടാനുള്ള എല്ലാ ബെനിഫിറ്റ്സും ഗവൺമെൻറ്റിൻ്റെ നിന്ന് മേടിച്ചു കൊടുക്കാനായിട്ട് അച്ഛൻ വളരെ അലേർട്ടായിട്ട് സ്വയം തന്നെ കേസ് കൊടുത്ത് അങ്ങനെയൊക്കെ മേടിച്ചു കൊടുക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. അതുകൂടാതെ തന്നെ അച്ഛൻ്റെ അധികം അറിയുമോയെന്ന് എനിക്കറിയില്ല, ഈ അമ്പലവാസികൾക്ക് സ്വന്തം ഭൂമി പട്ടയം കിട്ടാനുള്ള ഒരു ഇതുണ്ടായിരുന്നു. അത് നിയമമൊക്കെ വന്നു വെച്ചാലും അതൊന്നും നടന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവർക്ക് ഈ അമ്പലത്തിൽ പ്രവൃത്തി ചെയ്യുന്നത് കൊണ്ട് അങ്ങനെ അതിൻ്റെ ഭാഗമായിട്ട് കിട്ടിയിരുന്ന സ്ഥലത്തിന് പട്ടയം കിട്ടാനൊക്കെ വേണ്ടിയിട്ട് അച്ഛനാണ് അതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളൊക്കെ ചെയ്ത് നടത്തിയിരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു എന്താ പറയുക, ഡിഫറെൻറ്റ് സ്ട്രാറ്റ ഓഫ് സൊസൈറ്റി, എല്ലാ സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളിലും അച്ഛനൊരു ഇൻഫ്ലുവൻസ് ചെലുത്താൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളത് അച്ഛൻ്റെ വലിയ ഒരു ഇതായിട്ട് തോന്നുന്നു എനിക്ക്. പിന്നെ അച്ഛനെ സംബന്ധിച്ച് അച്ഛൻ്റെ ഒരു സ്വഭാവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ പറയില്ലേ ഒരാളുടെ ജീവിതം അല്ലെങ്കിൽ അയാളുടെ ജീവിതം കെട്ടിപ്പടുക്കുന്നതിൽ ഭാഗ്യത്തിനൊരു ഘടകമുണ്ട്, അവരുടെ കഴിവിനൊരു ഘടകമുണ്ട്,
ഹാർഡ് വർക്കിനൊരു ഘടകമുണ്ടെന്ന് എപ്പോഴും പറയും. അച്ഛൻ്റെ കാര്യത്തിൽ എനിക്ക് തോന്നിയിരിക്കണ ഹാർഡ് വർക്ക് 100% അച്ഛൻ്റെ ഹാർഡ് വർക്ക്, അല്ലാതെ വേറെ ഒന്നിനും അച്ഛൻ ഒരിക്കലും അത് ഭാഗ്യക്കേടായിപ്പോയി എന്നൊന്നും പറഞ്ഞ് ഞാൻ കേട്ടിട്ടേ ഇല്ല. ഭാഗ്യം, നിങ്ങൾ നല്ലോണം പരിശ്രമിക്കൂ, നിങ്ങൾ എത്രത്തോളം പ്രാക്ടീസ് ചെയ്യണോ അത്രത്തോളം ലക്കിയർ ആവും എന്ന് പറയുന്ന ഒരു പഴമൊഴി ഉണ്ടല്ലോ, അതുമാതിരി തന്നെയാണ് അച്ഛൻ്റെ കാര്യത്തിൽ 100% ഹാർഡ് വർക്കാണ്. ആ ഹാർഡ് വർക്ക് ഒരു തരത്തിലും പണിയെടുക്കാൻ ഒരു മടിയും അച്ഛൻ ഒരിക്കലും കാണിച്ചിട്ടില്ല. 75 വയസ്സിൽ മരിക്കുന്നതിൻ്റെ ഒരു 3-4 മാസം മുമ്പ് വരെ 18 മണിക്കൂറൊക്കെ വർക്ക് ചെയ്യാൻ അച്ഛന് യാതൊരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. അതാണെങ്കിൽ എന്നാൽ അത് ഒരു ബുദ്ധിമുട്ടായിട്ട് ആരെങ്കിലും പറയുകയോ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ഹി യൂസ് ടു എൻജോയ് ഇറ്റ്. ഇഷ്ടമായിട്ടാണ് ചെയ്യുക, എന്ത് ചെയ്യുമ്പോഴും ഇഷ്ടമായിട്ട് 18 മണിക്കൂറും അതിനപ്പുറവും വർക്ക് ചെയ്യാൻ അച്ഛന് യാതൊരു ബുദ്ധിമുട്ടും ഞാൻ കണ്ടിട്ടില്ല. അതും അച്ഛൻ്റെ ഒരു ഇതായിട്ട് തോന്നുന്നു. പിന്നെ ഈ അച്ഛൻ്റെ ആയാലും മുത്തശ്ശൻ്റെ ആയാലും ഒരു കോമൺ എന്താ പറയുക, കോമൺ ആയിട്ടുള്ള ഒരു കഴിവ് ഞാൻ കണ്ടുപിടിക്കണേ, എല്ലാവരെയും കൂട്ടിപ്പിടിച്ച് കൊണ്ട് നടക്കാനുള്ള ഒരു കഴിവുണ്ട്. എല്ലാവരെയും ഒന്നിച്ച് നിർത്തി. അതെന്താ വെച്ചാൽ എനിക്കിഷ്ടമുള്ളത് ബാക്കിയുള്ളവർ ചെയ്യണം എന്നില്ല. എല്ലാവർക്കും അവരവരുടെ ഇഷ്ടങ്ങളുണ്ട്. ഓരോ വ്യക്തിയെയും ആ വ്യക്തിയുടെ എല്ലാ ഗുണവും ദോഷവും അനുസരിച്ച് തന്നെ അംഗീകരിക്കാനുള്ള ഒരു കഴിവ് ഇവർക്ക് രണ്ടുപേർക്കും ഉണ്ടായിരുന്നു. അപ്പോൾ മാറ്റങ്ങളൊന്നുമില്ലെങ്കിലും വ്യത്യാസമായിട്ടുള്ള സ്വഭാവ വിശേഷങ്ങളുള്ള ആൾക്കാരെ ഒന്നിച്ചു കൂട്ടി ഒരു കോമൺ കോസിന് വേണ്ടി ലീഡ് ചെയ്ത് കൊണ്ടുപോകാനുള്ള ഒരു കഴിവ്, ഒരു ആർജവം രണ്ടുപേർക്കും ഒരേപോലെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ എന്താ പറയുക, ഞങ്ങളുടെ കുടുംബത്തിലുള്ള 2 മഹത് വ്യക്തികൾ, അവരുടെ ഇത്രയും കാലമായി 46 കൊല്ലമായി മരിച്ചിട്ട് ഒരാൾ മരിച്ചിട്ട് 16 കൊല്ലമായി. സ്റ്റിൽ ദേ ആർ അവർ ഗൈഡിങ് ലൈറ്റ്സ്. ഇപ്പോഴും നമ്മളെ നയിക്കുന്ന ഒരു ഇത്. കാരണം എവിടെ ചെന്നാലും പേരെന്താ, മീര തമ്പാൻ, തമ്പാൻ്റെ എന്ന് ചോദിക്കുക, അങ്ങനെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് എപ്പോഴും ഞങ്ങളെ നയിക്കുന്നു. അത് തന്നെയാണ് ശക്തി. ഇത്രയും കാലം കഴിഞ്ഞിട്ടും ആ ഒരു ചട്ടക്കൂടിൽ നിന്ന് ജീവിക്കാൻ ഞങ്ങളെ പ്രാപ്തരാക്കിയിട്ടാണ് രണ്ടുപേരും പോയി എന്നുള്ളത്. വളരെ സന്തോഷം. ഇങ്ങനൊരു ഇത് തന്നതിന് എല്ലാവരോടും നന്ദി പറയുന്നു. നന്ദി, നമസ്കാരം. സ്വതവേ മീര ഇത്തരം വേദികളിൽ വന്ന് പ്രസംഗിക്കുന്ന ശീലത്തിന് വളരെയധികം വിമുഖത കാണിക്കുന്നതാണ്. എന്നാൽ സമൂഹത്തെ സ്വാധീനിക്കപ്പെട്ടുള്ള വ്യക്തിത്വങ്ങളെ പല നിരീക്ഷണങ്ങളിലൂടെ വ്യാഖ്യാനിക്കപ്പെടുമ്പോഴും അത് വാക്കുകളിൽ കുറിക്കുമ്പോഴും പലപ്പോഴും അത് ആത്മനിഷ്ഠമായ വാക്കുകളിൽ നിന്നുള്ള അറിവുകളോ അല്ലെങ്കിൽ ആ തരം വികാരങ്ങളോ നമ്മുടെ കൂടുതൽ ഹൃദയസ്പർക്കാക്കും. അതുകൊണ്ട് തന്നെ മീരയുടെ ഒരു മകൾ അല്ലെങ്കിൽ ഒരു മുത്തച്ഛൻ എന്നുള്ള നിലയിൽ മാത്രമല്ല, ഒരു കൃത്യമായി 2 വ്യക്തിത്വങ്ങളെ അടയാളപ്പെടുത്തുന്ന, അത് കൂടുതൽ അടുത്തെറിയുന്ന ആ വാക്കുകൾ നമുക്ക് ഓരോർക്കും ഹൃദയസ്പർശിയായി മീരയോട് കഥകളി ക്ലബിൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു. ഒപ്പം അടുത്തതായിട്ട് ഒരു കാലഘട്ടത്തിൽ ഇരിങ്ങാലക്കുടയിൽ എല്ലാവരെയും സാംസ്കാരിക രംഗത്ത് മാത്രമല്ല ഞങ്ങളെയൊക്കെ കടക്കും എല്ലാം പഠിപ്പിച്ചിട്ടുള്ള ദാമോദരേട്ടൻ എന്ന് ഞാൻ വിളിക്കുന്ന തെക്കേപ്പറ്റത്ത് TR ദാമോദരൻ നമ്പ്യാർ, അദ്ദേഹമാണ് KK തമ്പാൻ മുതൽ ഇങ്ങോട്ടുള്ള ഇവിടുത്തെ സാമൂഹ്യ ഇല്ലെങ്കിൽ സാമൂഹ്യ വ്യക്തിത്വങ്ങളെ കൃത്യമായി അറിവുള്ള അദ്ദേഹം ഈ 2 വ്യക്തികളെ അനുസ്മരിക്കുകയാണ്. അനുസ്മരണ പ്രഭാഷണത്തിനായിട്ട് തെക്കേപ്പറ്റത്ത് TR ദാമോദരൻ നമ്പ്യാരെ സാദരം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. പ്രസംഗിച്ച് ശീലമില്ലാത്ത ഒരാളാണ് ഞാൻ. എന്തെങ്കിലും കുറച്ച് പറയാം എന്ന് മാത്രമേ ഉള്ളൂ. 1964 മുതൽ KK തമ്പാനും ആയിട്ടുള്ള അടുപ്പുള്ളതാണ്. 64 ഇരിങ്ങാലക്കുട ഉത്സവത്തിന് കുട്ടികളുടെ ഒരു കമ്മിറ്റിയാണ് ഉണ്ടായത്. എല്ലാവരും എല്ലാ പ്രധാന വ്യക്തികളും മാറി നിന്നൊരു കൊല്ലം. ആ ഉത്സവ കമ്മിറ്റിയിൽ ഞാനും ഉണ്ടായിരുന്നു. അന്ന് അതിൻ്റെ ഭാഗമായിട്ടാണ് ആദ്യമായിട്ട് അദ്ദേഹത്തെ ഞാൻ ബന്ധപ്പെടുന്നത്. എല്ലാ സഹായങ്ങളും അദ്ദേഹം ചെയ്തു തന്നു. അവിടുന്ന് അങ്ങോട്ടുള്ള സൗഹൃദം പിന്നീട് സ്വർണ്ണക്കൊടിമര സ്ഥാപനം ആയിട്ട് 70-71 കാലഘട്ടത്തിൽ ആ അടുപ്പം തുടർന്നു. പിന്നീട് 74 ഒരു കഥകളി ക്ലബ്ബ് ഇരിങ്ങാലക്കുട രൂപീകരിക്കുക, ഡോക്ടർ KN പിഷാരടിയുടെ സ്മാരകമായിട്ട് രൂപീകരിക്കാൻ എന്ന് പറഞ്ഞ് 74 ജൂണിലാണ് ആ
കഥകളി ക്ലബിൻ്റെ രൂപീകരണം നടത്തി. അന്ന് അദ്ദേഹം പ്രസിഡൻറ്റും നെല്ലിക്കാപ്പള്ളി പരമേശ്വര മേനോൻ വൈസ് പ്രസിഡൻറ്റും NPP നമ്പൂതിരിപ്പാട് സെക്രട്ടറിയും ഞാൻ ജോയിൻറ്റ് സെക്രട്ടറിയും MR വാര്യർ ട്രഷററുമായിട്ടുള്ളൊരു കമ്മിറ്റിയാണ് അന്നുണ്ടായത്. കുറച്ച് മാസം തുടർച്ചയായിട്ട് കഥകളിയൊക്കെ നടത്തി, നന്നായിട്ട് നടത്തി. പെട്ടെന്ന് അത് നിന്നുപോയി. സാമ്പത്തിക തന്നെ പ്രശ്നം. പിന്നീട് വീണ്ടും ഈ ക്ലബ്ബ് രൂപീകരിക്കുമ്പോഴും അദ്ദേഹം തന്നെ അതിൻ്റെ പ്രസിഡൻ്റായി. അദ്ദേഹത്തിൻ്റെ കഥകളിയോട് മാത്രമല്ല മറ്റുള്ള കലകളോടും ആ ഒരു കാലഘട്ടത്തിൽ ഒരു സംഗീതപോഷിണി സഭയുണ്ടായിരുന്നു. നെല്ലിക്കൽ ഗോവിന്ദൻകുട്ടി പണിക്കരും മധുസൂദന മേനോൻ, പീതാംബര മേനോൻ, അതുപോലെ കൃഷ്ണൻകുട്ടി മാരാരും ഇവരൊക്കെയായിട്ട് ആരംഭിച്ച സംഗീതപോഷിണി സഭ ഈ തൊട്ട പറമ്പിലായിരുന്നു. അവരുടെ ഒരു വലിയ ഷെഡായിരുന്നു, ഓല ഷെഡ്. അവിടെ പ്രതിമാസ പരിപാടികൾ നടന്നിരുന്നു. അന്നത്തെ കേമന്മാരെയൊക്കെ കൊണ്ടുവന്നു അതിന് വേണ്ട സഹകരണങ്ങൾ കൊടുത്തു. പിന്നെ എൻ്റെ കുട്ടിക്കാലത്ത് കേട്ട അറിവാണ് 53-54 കാലഘട്ടത്തിൽ ഇവിടുത്തെ പയനീർ തിയേറ്ററിൽ വെച്ച ഒരു ഗംഭീര കഥകളി, ടിക്കറ്റ് വെച്ച് കഥകളി. ഇരിങ്ങാലക്കുടയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ടിക്കറ്റ് വെച്ച് ഒരു കഥകളി സംഘടിപ്പിച്ചത് അന്നാണ്. അതിൽ കെ തമ്പാൻ, പുതൂരച്ച് മേനോൻ, പനമ്പള്ളി രാഘവേനോൻ, മൂലയിൽ നാണുമേനോൻ ഇവരൊക്കെ ആയിരുന്നു അതിൻ്റെ ആളുകൾ. അതാണ് കലാനിലയത്തിന് ആദ്യമായി മൂലധനമായിട്ടുണ്ടാക്കാൻ ചെയ്ത പണി. പിന്നീട് കലാനിലയം ഊട്ടുപുരയുടെ ഒരു ഭാഗത്ത് ആണ് ക്ലാസ്സുകൾ നടത്തിയിരുന്നത്. അന്നത്തെ പഠിക്കാൻ വന്ന കുട്ടികൾ ഇവർ ഓരോരുത്തരുടെ വീടുകളിൽ ഗസ്റ്റായിട്ടാണ് നിന്നിരുന്നത്. അത്രയും സാമ്പത്തിക പ്രശ്നമായിരുന്നു. അങ്ങനെ പിന്നെ അദ്ദേഹത്തിനോടുള്ള അടുപ്പം, അത് ഞാൻ ഈ നാട്ടിൽ നിന്ന് പോകുന്നത് വരെ എന്ന് പറയാം, ഏകദേശം അടുത്തുവരെ അദ്ദേഹമായിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിനെ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് KR തമ്പാൻ സാർ, അദ്ദേഹത്തിന് ഈ പറഞ്ഞ കലയോട് വലിയ ആഭിമുഖ്യം, അല്ലെങ്കിൽ കല അത് അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ മീര പറഞ്ഞ പോലെ കാഴ്ച ഒരു പ്രശ്നമായിരുന്നു. എപ്പോഴും ഇങ്ങനെ നോക്കിയിട്ടാണ് വായിക്കുന്നത്, ആരെ കാണുമ്പോഴും ഇങ്ങനെ നോക്കിയിട്ടാണ് ചോദിക്കുക, അങ്ങനെയൊക്കെ ആയിരുന്നു. അന്ന് രഞ്ജിത്തിന് ഞാൻ കുറച്ച് കാലം ക്ലാസ് എടുക്കുകയുണ്ടായി. അപ്പോൾ അന്നുള്ള അടുപ്പം ഉണ്ടായിരുന്നു ടീച്ചറായിട്ടും. പിന്നെ അദ്ദേഹത്തിന് കൂടുതൽ പരിചയമുള്ളത് രാഷ്ട്രീയ രംഗത്തായിരുന്നു. എന്നാലും കലാനിലയത്തിൻ്റെ ഉന്നമനത്തിനും കൂടൽമാണിക്യ ക്ഷേത്രത്തിലെ മാനേജിംഗ് കമ്മിറ്റി മെമ്പറായിരുന്ന കാലത്ത് അമ്പലത്തിൻ്റെ കാര്യങ്ങളിലൊക്കെ അദ്ദേഹം നല്ല പോലെ പ്രവർത്തിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെയും ഞാൻ സ്മരിക്കുകയാണ്. കൂടുതലൊന്നും എനിക്ക് സംസാരിച്ച് ശീലമില്ലാത്തതുകൊണ്ട്, അധികം സംസാരിക്കാൻ കഴിവില്ലാത്തതുകൊണ്ടും ഇത്രയേ പറയുന്നുള്ളൂ. നന്ദി, നമസ്കാരം. കുറച്ച് ഇടവേളകൾക്ക് ശേഷം ദാമോദരേട്ടൻ ഇരിങ്ങാലക്കുടയിൽ വന്ന് അതും കഥകളി ക്ലബിൻ്റെ പൂർവ്വചരിത്രം ഒരു സ്വകാര്യ സംഭാഷണത്തിൽ സൂചിപ്പിക്കുകയും അതിൻ്റെ നാഴ്വഴികളിലൂടെ അക്ഷശ്ലോക സദസ്സും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കഥകളി ക്ലബിൻ്റെ ഒരു രൂപീകരണത്തിലും നടന്ന ചർച്ചകളും അതിൽ ആദ്യാവസാനക്കാരനായി ദാമോദരേട്ടനുണ്ടായ ഒരു വിവരവും ആ ഒരു പൂർവ്വ ചർച്ചയുടെ പരിണിത ഫലമായി അദ്ദേഹത്തിനെ കൊണ്ട് കഥകളി ക്ലബ്ബുമായി ബന്ധപ്പെടുത്തിയിട്ട് ഒരു വേദിയിലേക്ക് ക്ഷണിക്കണമെന്ന് ക്ലബ്ബ് തീരുമാനിക്കുകയാണ് ഉണ്ടായത്. എന്തായാലും ഒരു വ്യക്തിത്വം അല്ലെങ്കിൽ രണ്ട് വ്യക്തിത്വങ്ങളെ ഈ ഒരു സുവർണ മുദ്രയുമായി അല്ലെങ്കിൽ സുവർണ ആഘോഷവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്മരിക്കാനും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ശ്രവിക്കാനുമായത് ക്ലബിനും ഇരിങ്ങാലക്കുടയിലെ സഹൃദയർക്കും സന്തോഷം പകരുമെന്ന് വിശ്വസിക്കുന്നു. ഒപ്പം തന്നെ അദ്ദേഹത്തിന് കഥകളി ക്ലബിൻ്റെ പേരിൽ നന്ദി പറയുന്നു. അടുത്തതായി സ്മാരക പ്രഭാഷണമാണ്. പലപ്പോഴും ഒരു നാടിൻ്റെ സംസ്കൃതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ നടന്നിട്ടുള്ള ഇല്ലെങ്കിൽ ആ നാടുമായി ബന്ധപ്പെട്ടിട്ടുള്ള നാഴ്വഴികളും അവിടെ ഭരണസിരാകേന്ദ്രങ്ങളും വ്യക്തിത്വങ്ങളും കുറേ സംഭാവനകൾ കഴിഞ്ഞു പോയിട്ടുള്ള കാലയളവിൽ പ്രത്യേകിച്ച് ഇരിങ്ങാലക്കുടയ്ക്ക് സംഗമദേവൻ്റെ അല്ലെങ്കിൽ സംഗമമാധവൻ്റെ നാട്ടിൽ ഈ ഗ്രാമത്തിൽ നടന്നിട്ടുണ്ട്. എന്നാൽ ആ ഒരു ഭരണസിരാകേന്ദ്രത്തിൻ്റെ ഓരോ ഇടപെടലുകളിലും അതിലും സമാന്തരമായി വേണ്ട രീതിയിലുള്ള ഇടർച്ചകളും ഇല്ലെങ്കിൽ ലക്ഷ്യബോധം കാണാതെയുള്ള പ്രവർത്തനങ്ങളും നടന്നിട്ടുണ്ട് എന്നുള്ളത് ചരിത്രം രേഖപ്പെടുത്തുന്നു. എന്നാൽ ഈ ഒരു ദിശാബോധത്തോടെയുള്ള ഇത്തരം
പ്രവർത്തനങ്ങളുടെ നേർവഴികൾ പൂർവ്വസൂരികളായിട്ടുള്ള ഈ 2 വ്യക്തിത്വങ്ങൾ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ അവരുടെ ഈ ഒരു സ്മരണയ്ക്ക് മുമ്പായി നിന്നുകൊണ്ട് തന്നെ ഇനിയുള്ള കാലവും ഇതേവരെ നടന്നിട്ടുള്ള പ്രവർത്തനങ്ങളെ അധികരിച്ചുകൊണ്ടും ഇല്ലെങ്കിൽ വിലയിരുത്തിയും ഇനിയുള്ള കാലഘട്ടം ഇരിങ്ങാലക്കുടയ്ക്ക് പ്രത്യേകിച്ച് സാംസ്കാരിക മേഖലയിൽ എന്ത് മാറ്റങ്ങൾ, എന്ത് പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തേണ്ടതായിട്ടുണ്ട് എന്നുള്ള ഒരു ദിശാബോധത്തോടു കൂടിയുള്ള ഒരു കണക്ക് അല്ലെങ്കിൽ ഒരു വെളിച്ചം വീശുന്ന പ്രഭാഷണമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിലേക്ക് EM സതീശനെ സാദരം ഈ ഒരു വേദിയിലേക്ക് ക്ലബ്ബ് ക്ഷണിക്കുന്നു. അധ്യക്ഷത വഹിക്കുന്ന ശ്രീ അനിയേട്ടൻ, ശ്രീ രമേശൻ നമ്പീശൻ, ഇവിടെ ഭദ്രദീപം തെളിയിച്ച രഞ്ജിത്ത് തമ്പാൻ, സംസാരിച്ച മീര, അനുസ്മരണ പ്രഭാഷണം നടത്തിയ ദാമോദരൻ നമ്പീശൻ, ആമുഖ പ്രഭാഷണം നടത്തിയ റഷീദ് കാർളം, ഇവിടെ സന്നിഹിതരായിട്ടുള്ള വളരെ വിശിഷ്ടരായിട്ടുള്ള ബഹുമാന്യരായിട്ടുള്ള സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, ഡോക്ടർ KN പിഷാരടി സ്മാരക കഥകളി ക്ലബ്ബ് കേരളത്തിൽ ഇന്ന് അപൂർവമായി സജീവമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ക്ലബ്ബുകളിലൊന്നാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഏതാണ്ട് 1930-കൾ മുതൽ തന്നെ കഥകളി ക്ലബ്ബുകൾ കേരളത്തിൽ രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഒരു കാലത്ത് ധാരാളമായി കഥകളി ക്ലബ്ബുകൾ ഉണ്ടായിരുന്നു. മിക്കവാറും എല്ലാ നഗരങ്ങളിലും കഥകളി ക്ലബ്ബുകൾ ഉണ്ടായിരുന്നു. എന്നാൽ ജീവിതത്തിൽ, മനുഷ്യ ജീവിതത്തിൽ, സാമൂഹ്യ ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ വലിയ തോതിൽ കഥകളി ആസ്വാദകരുടെ എണ്ണം കുറയാനിടയാക്കി. സമയപരിമിതി തന്നെയാണ് പ്രധാന കാരണം. മാത്രമല്ല, സാധാരണ പോലെ ഒരു സീരിയലോ സിനിമയോ കാണുന്ന ലാഘവത്തോടെ ആസ്വദിക്കാൻ പറ്റുന്ന ഒരു കലയല്ല കഥകളി എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പം അതുകൊണ്ട് തന്നെ അതിനാവശ്യമായ ഒരു പരിശീലനം ഇന്ന് താരതമ്യേന കുറഞ്ഞു വന്നിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ കഥകളി ആസ്വാദകർ കേരളത്തിൽ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. തൃശ്ശൂരിലൊരു കഥകളി ക്ലബ്ബ് പ്രവർത്തിക്കുന്നുണ്ട്, കോഴിക്കോട് കഥകളി ക്ലബ്ബ് പ്രവർത്തിക്കുന്നതായിട്ടറിയാം, തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്നതായിട്ടറിയാം. അങ്ങനെ കുറച്ച് സ്ഥലങ്ങളിൽ, എറണാകുളത്ത് കുറച്ച് സ്ഥലങ്ങളിലാണിപ്പോൾ കഥകളി ക്ലബ്ബുകളുള്ളത്. എന്തായാലും ഇരിങ്ങാലക്കുടയിൽ ഈ സംഗമഗ്രാമത്തിൽ അത് തുടർച്ചയായി മുന്നോട്ട് പോകുന്നു എന്നുള്ളത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. അതിൽ വലിയ സംഭാവനകൾ നൽകിയ 2 മഹത് വ്യക്തികളെയാണ് നമ്മളിന്ന് സ്മരിക്കുന്നത്. 2 പേരല്ല, സത്യത്തിൽ 3 പേര് കൂടിയാണ്. ഡോക്ടർ പിഷാരടി, KN പിഷാരടി കൂടെ വരും. KK തമ്പാനും KR തമ്പാനും അതുപോലെ ഡോക്ടർ KN പിഷാരടി ഈ നാടിന് വലിയ അതിൻ്റെ പാരമ്പര്യത്തിലൂന്നി നിന്നുകൊണ്ട് അതിൻ്റെ മഹിതമായ എല്ലാ ഭൂതകാലത്തിൻ്റെയും സാമൂഹ്യ ജീവിതാനുഭവങ്ങളെ ചേർത്ത് പിടിച്ച് ഈ നാടിൻ്റെ ഭാവിയെ പ്രകാശപൂരിതമാക്കാൻ വലിയ സംഭാവനകൾ ചെയ്ത ആളുകളാണ് അവർ. 3 പേര് മാത്രമല്ല, ഒരുപാട് ആളുകളുണ്ടാവും. പക്ഷെ നമ്മളിന്ന് സ്മരിക്കുന്നത് പ്രധാനമായിട്ടും തമ്പാൻ വക്കീലുമാരെയാണ്. അതിന് മുമ്പ് 1-2 കാര്യങ്ങൾ. ഞാൻ ഇരിങ്ങാലക്കുടക്കാരനല്ല, പ്രത്യേകിച്ച് ഇനി തൃശ്ശൂർ ജില്ലക്കാരനുമല്ല, ഞാൻ പൊന്നാനിക്കാരനാണ്. പൊന്നാനി ഇതുപോലെ വലിയ ഒരു സംസ്കൃതിയുടെ തുടർച്ചയുള്ളൊരു പ്രദേശമാണ്. ഞങ്ങൾ പറയുക സാധാരണ അക്കിത്തം മുതൽ അഭിരാമി വരെയുള്ള കവികൾ എന്ന് പറയാറുണ്ട്. അതുപോലെ തന്നെ വളരെ ഒരു പക്ഷേ അതിനേക്കാൾ കൂടുതലോ വലിയ പാരമ്പര്യം അവകാശപ്പെടാവുന്നൊരു പ്രദേശമാണ് ഇരിങ്ങാലക്കുട. ഞാൻ ഇരിങ്ങാലക്കുടയിൽ വരുന്നത് ഈ തമ്പാൻ കുടുംബവുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. ഷൊർണൂരിൽ പഠിക്കുന്ന കാലത്ത്, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പ്രിൻ്റ് ടെക്നോളജിയിലൊരു കുട്ടിയായിരുന്ന കാലത്ത് അവിടെ
വിദ്യാർത്ഥി യൂണിയൻ്റെ തിരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ജയിച്ച് അപ്പോൾ ഒരു ഫൈൻ ആർട്സ് ക്ലബ്ബ് ഉദ്ഘാടനത്തിന് ഒരാളെ കിട്ടണം. അങ്ങനെ അന്വേഷിച്ചപ്പോൾ സ്വാഭാവികമായും അന്ന് മീനാക്ഷി ടീച്ചർ MLA ഒന്നും ആയിട്ടില്ല. അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് മീനാക്ഷി തമ്പാനെ കൊണ്ടുവരാം. മീനാക്ഷി തമ്പാനെ അന്ന് അതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ പൊന്നാനിയിൽ നിന്ന് ഷൊർണൂരിൽ പോയി വരുന്ന കാലമാണ്. തൃശ്ശൂരുമായിട്ടോ ഇരിങ്ങാലക്കുടയുമായിട്ടോ ഒന്നും യാതൊരു സമ്പർക്കവും ഇല്ലാത്ത കാലമാണ്. എന്തായാലും നമുക്ക് മീനാക്ഷി തമ്പാനെ വിളിക്കാമെന്ന് പറഞ്ഞ് 81-ലാണോ 82-ലാണോ എന്നറിയില്ല, എന്തായാലും 84 വരെയായിരുന്നു ഞാൻ അവിടെ പഠിച്ചത്. അങ്ങനെ അവിടെ നിന്ന് ബസ് കയറി തൃശ്ശൂരിൽ വന്ന് തൃശ്ശൂരിൽ നിന്ന് ഇരിങ്ങാലക്കുട വന്ന് ഇറങ്ങി ഇപ്പോഴുള്ള ഈ വീട്ടിൽ വന്നപ്പോഴാണ് ആദ്യം തമ്പാൻ വക്കീലിനെ കാണുന്നത്. അപ്പോൾ ഇങ്ങനെ കാര്യം പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലുള്ളൊരു ഓർമ്മ ഇങ്ങനെയാണ്, മീനാക്ഷി എന്ന് പറഞ്ഞ് വക്കീൽ വിളിക്കുകയും ടീച്ചർ പുറത്തു വരികയും ചെയ്തു. അന്നാണ് ടീച്ചറെ ആദ്യം കാണുന്നത്. മറ്റ് പത്രങ്ങളിലൊക്കെ കാണുന്നുള്ളൂ, തമ്പാൻ വക്കീലിനെ എന്നാണ് ആദ്യം കാണുന്നത്. അതിനേക്കാൾ ഉപരി ഈ ഇരിങ്ങാലക്കുട എന്ന് പറഞ്ഞു കേട്ടൊരു പ്രദേശത്തേക്ക് ഞാൻ ആദ്യം വരുന്നത് ഇങ്ങനൊരു ആവശ്യത്തിനാണ്. അത് വന്നത് തമ്പാൻ വക്കീലിൻ്റെ വീട്ടിലേക്കാണ് എന്ന് പറയുന്നത്. ടീച്ചർ പിന്നെ വന്നു, പരിപാടിയൊക്കെ ഉദ്ഘാടനം ചെയ്തു പോയി. ടീച്ചർ അത് ബസ്സിനാണ് വന്നത്, അതും ഓർമ്മയുണ്ട്. ഷൊർണൂർ വന്ന് കുട്ടി കൊണ്ടുപോയതൊക്കെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. 40 കൊല്ലം മുമ്പത്തെ ഒരു കാര്യമാണ്. മറ്റൊന്ന്, ഞാൻ മുമ്പൊരിക്കൽ ഇവിടെ ഒരു വേദിയിൽ ഒരിക്കൽ എൻ്റെ ഒരു ഓർമ്മ ഞാൻ പങ്കുവച്ചിട്ടുണ്ട്, അതും കൂടെ പറയുകയാണ്. ലല്ലുവിനൊക്കെ അറിയാം. അത് ഇരിങ്ങാലക്കുട എന്ന് പറയുന്നത് ഞാനൊരു കുട്ടിയായിരിക്കുമ്പോൾ കേട്ടത്. ഈ ഒരു സ്ഥലനാമം ഒരാളുടെ മനസ്സിലേക്ക് വരുന്നത് എങ്ങനെയാണ്? പലരിലൂടെ ആയിരിക്കും. ഒന്നുകിൽ വായിച്ചായിരിക്കാം, അതല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞു കേട്ടായിരിക്കാം. അങ്ങനെ ഇരിങ്ങാലക്കുട എന്ന് പറയുന്ന ഒരു സ്ഥലനാമം എൻ്റെ മനസ്സിലേക്ക് വരുന്നത് എൻ്റെ കുട്ടിക്കാലത്ത് ഞങ്ങളുടെ വീട്ടിൽ പൊതിയിൽ പരമേശ്വര ചാക്യാർ എന്ന് പറയുന്നത് എൻ്റെ വല്യച്ഛനാണ്, അച്ഛൻ്റെ ജ്യേഷ്ഠനാണ്. അദ്ദേഹം ഞങ്ങളുടെ വീട്ടിൽ വരും. അന്ന് അദ്ദേഹം ചോദിക്കുമ്പോൾ പറയും, ഞാൻ ഇരിങ്ങാലക്കുടയിൽ നിന്നാണ് വരണേ എന്ന് പറയും. അപ്പം അങ്ങനെയാണ് ഇരിങ്ങാലക്കുട എന്ന് പറയുന്നത് എൻ്റെ മനസ്സിലൊരു സ്ഥലനാമമായിട്ട് രേഖപ്പെടുത്തപ്പെട്ടുള്ളത്. പരമേശ്വര ചാക്യാർ എന്ന് പറയുന്ന വല്യച്ഛൻ എൻ്റെ മുത്തശ്ശന്, അച്ഛൻ്റെ അച്ഛന് കൂടൽമാണിക്യ കോട്ടയം ജില്ലയിലെ അദ്ദേഹം അവിടെയായിരുന്നു, കോട്ടയത്തായിരുന്നു. അവിടെ ഒരു ക്ഷേത്രത്തിൽ പൂജയും വേദ പഠിപ്പിക്കലുമൊക്കെ ആയിട്ട് കഴിഞ്ഞതായിട്ടാണ് ഞാൻ കേട്ടിട്ടുള്ളത്. എൻ്റെ മുത്തശ്ശൻ കല്യാണം കഴിച്ചിരുന്നത് 48 വയസ്സിലാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് അവിടെ അദ്ദേഹത്തിനുണ്ടായിരുന്ന ഒരു ബന്ധത്തിലാണ് ഈ പരമേശ്വരൻ വല്യച്ഛൻ ചാക്യാരുണ്ടായിട്ടുള്ളത്. എൻ്റെ അച്ഛനും വല്യച്ഛനും അദ്ദേഹത്തോട് ഭയങ്കര താല്പര്യമായിരുന്നു. കാരണം വന്നു കഴിഞ്ഞാൽ ധാരാളമായിരുന്നു വർത്തമാനങ്ങൾ പറയും. അപ്പോൾ അങ്ങനെയാണ് ഈ ഇരിങ്ങാലക്കുട എന്ന് പറയുന്നൊരു പ്രദേശം, ഒരു സ്ഥലനാമം എൻ്റെ മനസ്സിൽ രജിസ്റ്റർ ചെയ്തത് അങ്ങനെയാണെന്ന് പറയാം. കുട്ടിക്കാലത്തെ ചില ഓർമ്മകളൊക്കെ നമ്മുടെ മനസ്സിലിങ്ങനെ മായാതെ നിൽക്കും. അപ്പം അങ്ങനെ ഒരു സ്ഥലനാമം വരുന്നു, ആ സ്ഥലത്തേക്ക് ആദ്യമായി എത്തിച്ചേരുന്നു. ആ എത്തിച്ചേരുന്നത് മീനാക്ഷി തമ്പാനെ കാണാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ കാണാൻ വന്ന സന്ദർഭത്തിലാണ് ഈ തമ്പാൻ കുടുംബം പിന്നീട് ഞാൻ അറിയാൻ തുടങ്ങുന്നത് എന്നാണ് പറയുന്നത്. കഥകളിയുമായിട്ടുള്ളൊരു ബന്ധം എന്ന് പറയുന്നത്, ഞാൻ ധാരാളം കഥകളി കണ്ടിട്ടുണ്ട്. ഈ ഷൊർണൂർ പഠിക്കുന്ന കാലത്ത് ഞങ്ങൾക്ക് വൈകുന്നേരമായ വേറെ പണിയൊന്നുമില്ല. അപ്പോൾ ഈ വള്ളുവനാട്ടിൽ എവിടെ ചെണ്ടയ്ക്ക് കോലി വെച്ചാലും അവിടെയൊക്കെ പോകും. കഥകളിയിൽ വളരെ ഇഷ്ടമുള്ള കുറച്ച് സുഹൃത്തുക്കളുണ്ടായിരുന്നു. അപ്പോൾ വൈകുന്നേരം ആയാൽ എവിടെയാണോ, വെള്ളിനേഴിയിലാണെങ്കിൽ അങ്ങോട്ട്, കാറൽമണ്ണയാണെങ്കിൽ അവിടെ, അങ്ങനെ ഒറ്റപ്പാലത്താണെങ്കിൽ അവിടെ, ലക്കിടിയാണെങ്കിൽ അങ്ങനെ, കലാമണ്ഡലത്തിൽ സ്ഥിരമായി കൂത്തമ്പലത്തിൽ അവിടെ ഉത്സവങ്ങളുണ്ടായാൽ എല്ലാ ദിവസവും വൈകുന്നേരം അവിടെ ഉണ്ടാവും. അങ്ങനെ ധാരാളം കഥകളി കണ്ടിട്ടുണ്ട്. എനിക്കാണെങ്കിൽ കഥകളി വേഷം കാണുന്നതിനേക്കാളും ഇഷ്ടം പാട്ട് കേൾക്കുകയാണ്. അത് ഉണ്ണികൃഷ്ണാശാൻ്റെ പാട്ടായിരുന്നു ഭയങ്കര ഇഷ്ടം. എംബ്രാനാശാൻ്റെ പാട്ടും ഭയങ്കര ഇഷ്ടമായിരുന്നു. എല്ലാ പാട്ട് പൊതുവെ ഇപ്പോൾ കോട്ടക്കൽ മധുവിൻ്റെയൊക്കെ നല്ല ആലാപനമാണെന്ന് നമുക്കറിയാം. കഥകളി ഇപ്പോൾ കുറച്ച് കാലമായിട്ട് കാണാറില്ല, പക്ഷെ ആ കാലത്ത് ധാരാളമായി കാണുകയും ഈ പാട്ടിൽ ഭ്രമം കൊണ്ട് കളി കാണാൻ പോവുകയും ചെയ്തിരുന്നൊരു കാലം എനിക്ക് നന്നായിട്ട് ഓർമ്മയുണ്ട്. ആ കലയുടെ ഒരു പ്രത്യേകത, അത് സമഗ്രമായൊരു മനുഷ്യൻ്റെ
സൗന്ദര്യാവിഷ്കാരമാണ്. ഏതെങ്കിലും ഒന്ന് അതിൽ നിന്ന് അടർത്തി മാറ്റിയാൽ അത് കഥകളി ഇല്ലാതെയാവും. അതിൻ്റെ ആഹാര്യം ആവട്ടെ, അതിൻ്റെ ചിട്ടകളാവട്ടെ, എന്തായിരുന്നാലും അതിൻ്റെ വേഷവിധാനങ്ങൾ, ഇതൊന്നും അതിലേതെങ്കിലും ഒന്നും മാറ്റാനില്ല. മാറി 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 വന്ന് അതേറ്റവും സമഗ്രമായി ഇനി മറ്റൊരാൾക്ക് അതിനെ ഏതെങ്കിലും തരത്തിൽ പരിഷ്കരിക്കാൻ പറ്റാത്ത വിധം സമഗ്രമായി തീരുന്ന ഒരു കല. അതുകൊണ്ടാണത് ക്ലാസിക് കലയാവുന്നത്. ക്ലാസിക് കലകളുടെ പ്രത്യേകത അതാണ്. അതിനെ പിന്നെ ഒരിക്കലും നമുക്ക് മാറ്റാനോ പരിഷ്കരിക്കാനോ പറ്റില്ല. അപ്പോൾ ഒരു ജനസഞ്ചയം എത്രയോ ആയിരക്കണക്കിന് വർഷങ്ങളിലൂടെ, കഥകളിക്ക് അത്രയൊന്നും പഴക്കമുണ്ടാവില്ലെങ്കിൽ കൂടി അതിൻ്റെ സൗന്ദര്യാനുഭൂതികൾ മനുഷ്യൻ്റെ ആരംഭകാലം മുതലുള്ളതാണ്. ആ സൗന്ദര്യാനുഭൂതികൾ ആയിരക്കണക്കിന് വർഷങ്ങളിലൂടെ, തലമുറകളിലൂടെ മനുഷ്യനിൽ സഞ്ചയിച്ചാണ് അത് അവസാനം ഒരു ആവിഷ്കാരമായി, സമഗ്രമായൊരാവിഷ്കാരമായി തീരുന്നത് എന്നുള്ളത് കൊണ്ട് ഇന്ന് കാണുന്ന ഈ കഥകളിയുടെ പിന്തുടർച്ച എന്ന് പറയുന്നത് ആയിരക്കണക്കിന് വർഷങ്ങളിൽ മുമ്പുള്ള മനുഷ്യൻ്റെ സൗന്ദര്യ സങ്കല്പനങ്ങളിൽ നിന്ന് രൂപപ്പെട്ടു വന്നതാണ് എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ടാണത് സമഗ്രമായൊരു കലയായി നിൽക്കുന്നത് എന്ന് വിചാരിക്കുന്ന ഒരാളാണ്. അതിൻ്റെ ആശാന്മാരൊക്കെ വളരെ പ്രശസ്തരായിട്ടുള്ള, ഇപ്പോൾ ആ തലമുറയൊക്കെ പോയി. ഇനി അതിൻ്റെ അഭ്യസന രീതികൾ ഇപ്പോൾ കലാമണ്ഡലത്തിൽ പോലും മാറിക്കഴിഞ്ഞിട്ടുണ്ട്. മറ്റത് ഗുരുകുല സമ്പ്രദായത്തിൽ എല്ലാ അർത്ഥത്തിലുമുള്ള അടിച്ചമർത്തലുകൾക്ക് വരെ വിധേയരാക്കപ്പെട്ട് അങ്ങനെ നിരന്തരമായ പരിശീലനത്തിലൂടെ, സാധനയിലൂടെ സ്വായത്തമാക്കുന്നതാണ് അതിൻ്റെ എല്ലാ അഭിനയ വഴികളും. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കാലം മാറി. ഇനി ആ രീതിയിൽ അഭ്യസനം നടത്താൻ നമുക്ക് ചിലപ്പോൾ കുട്ടികളെ കിട്ടി എന്ന് വരില്ല. കലാമണ്ഡലത്തിൽ പോലും ആ രീതികളിലൊക്കെ വലിയ മാറ്റങ്ങൾ വന്നിരിക്കുന്നു. പക്ഷേ അതിനെ 20-ാം നൂറ്റാണ്ടിൽ വലിയ തോതിൽ അതിന് പ്രചാരം നേടിക്കൊടുക്കുന്നതിൽ മഹാകവി വള്ളത്തോളിൻ്റെ സംഭാവനയെ നമുക്ക് വിസ്മരിച്ചുകൊണ്ട് ഒരു കഥകളി ക്ലബിൻ്റെ യോഗം നമുക്ക് നടത്താൻ പറ്റില്ല. 1928 മുതൽ അത് ഞാനിപ്പോൾ താമസിക്കുന്നത് വടക്കാഞ്ചേരിയിലാണ്. മുകുന്ദരാജാവൊക്കെ കൂടിയാണ് തുടങ്ങിയതെന്ന് നമുക്കറിയാം. അമ്പലപുരത്താണ് അതിൻ്റെ ആദ്യത്തെ സ്കൂൾ തുടങ്ങിയത്. പിന്നീടാണത് പഴയ കലാമണ്ഡലം അങ്ങോട്ട് മാറിയത്. 1936 മുതൽ ചെറുതുരുത്തിയിൽ അത് അഭംഗുരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലും മഹാകവിയുടെ സംഭാവന കഥകളി മാത്രമല്ല, എല്ലാ കേരളത്തിൻ്റെ ക്ലാസിക് പാരമ്പര്യ കലാരൂപങ്ങളെയും നിലനിർത്തി പരിപോഷിപ്പിച്ച് ഇന്നത്തെ രീതിയിൽ അതിനെ ജനകീയമാക്കുന്നതിൽ വലിയൊരു പങ്ക് മഹാകവിക്കുണ്ട്. കഥകളി ഒരു കാലത്ത് ജനകീയ കലയായിരുന്നില്ല. കഥകളി ജനകീയമാവണമെന്നുമില്ല, അങ്ങനെയുണ്ട്. എല്ലാ കലകളും ജനകീയമാവണമെന്നില്ല. എല്ലാ മനുഷ്യർക്കും ആസ്വദിക്കാവുന്ന തരത്തിൽ എല്ലാ കലകളും ഉണ്ടാവണം. ക്ലാസിക് കലകൾക്ക് ചിലപ്പോൾ അതിന് സാധിച്ചില്ല എന്ന് വരും. കാരണം അത് അതിൻ്റെ മഹത്വം കൊണ്ടാണ്, അല്ലാതെ അതിൻ്റെ പരിമിതി കൊണ്ടല്ല. ആകാതിരിക്കുന്നതിന് ഇന്ത്യയിൽ, കേരളത്തിൽ പ്രത്യേകമായ സാഹചര്യങ്ങളുണ്ടായിരുന്നു. ആ സാഹചര്യങ്ങൾ മറ്റൊന്നുമല്ല, നമ്മുടെ നാട്ടിൽ നിലനിന്നിരുന്ന ജാതീയമായ ഉച്ചനീചത്വങ്ങളാണ്. മിക്കവാറും പ്രഭു കുടുംബങ്ങളിലും ക്ഷേത്രാങ്കണങ്ങളിലും അരങ്ങേറ്റപ്പെട്ടിരുന്ന, അവരുടെ സൗന്ദര്യാനുഭൂതികളെ തൃപ്തിപ്പെടുത്തിയിരുന്ന രീതിയിലാണത് അവതരിപ്പിക്കപ്പെട്ടിരുന്നത് എന്നതുകൊണ്ട് താല്പര്യമുണ്ടായിരുന്നെങ്കിൽ പോലും ഇതര ജനവിഭാഗങ്ങൾക്ക് അത് ആസ്വദിക്കാനോ കാണാനോ അവകാശമോ സ്വാതന്ത്ര്യമോ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് കൊണ്ട് അതിന് താരതമ്യേന ജനകീയത കുറഞ്ഞിട്ടുണ്ട് എന്ന് പറയാം. അതൊരു വസ്തുതയാണ്. പക്ഷേ പിൽക്കാലത്തായിരുന്നാലും ഇപ്പോൾ മഹാകവി അതിനെയൊക്കെ ജനകീയവൽക്കരിക്കാൻ ശ്രമങ്ങൾ നടത്തിയിരുന്നായാലും ആ കലയുടെ മഹത്വം കൊണ്ടത് എല്ലാ മനുഷ്യർക്കും ഒരുപോലെ ആസ്വദിക്കാൻ പറ്റുന്ന ഒന്നല്ല എന്നുള്ളത് കൊണ്ട് അങ്ങനെ അതാവണമെന്നുമില്ല. പക്ഷേ ആ കല ഏറ്റവും മഹത്തായ കലയായി നിലനിൽക്കണം. അത് നിലനിൽക്കാൻ തീർച്ചയായും ഇപ്പോൾ ഞാൻ കുറച്ചു കാലം കമ്മ്യൂണിസ്റ്റ് പാർട്ടി തീരുമാനിച്ചിട്ട് പ്രാഗിൽ പോയിട്ടുണ്ട്, ചെക്കോസ്ലോവാക്യയിൽ പോയിട്ടുണ്ട്. അവിടെ ഒരു ബാലെ അവതരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്തൊരു അഭിമാനത്തോടു കൂടിയാണ് അവർ ബാലയെക്കുറിച്ച് പറയുന്നത്. ഒരു ബാലയെ കാണാൻ വേണ്ടി അവരെത്തുന്നത് കൃത്യനിഷ്ഠയോടെ. ബാലെ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒരാൾ അത് കഴിയുന്നത് വരെ. ഒരിക്കൽ സ്വാൻ ലേക്ക് പോലുള്ള ബാലെ ഞാൻ ഓർക്കുകയാണ്.
അത്ര അഭിമാനത്തോടെ അഹങ്കാരത്തോടു കൂടിയാണ് യൂറോപ്പിലെ ജനങ്ങൾ അവരുടെ ഏറ്റവും ക്ലാസിക് കലകളിലൊന്നായിട്ടുള്ള നൃത്തകലയായിട്ടുള്ള ബാലയെക്കുറിച്ച് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അതുപോലെ പരിരക്ഷിക്കപ്പെട്ട് നിലനിർത്തി കൊണ്ടുപോകേണ്ട ഇന്ത്യയുടെ ലോകത്തിൻ്റെ ഒരു വലിയ കലാരൂപം, കേരളം സംഭാവന ചെയ്തൊരു കലാരൂപം ആണ് കഥകളി. ആ രീതിയിലാണ്, അല്ല മുഴുവൻ ആളുകളും കാണുക എന്നുള്ളതല്ല. അത്ര അഭിമാനപുരസ്സരം, ഇത്ര സമഗ്രമായൊരു ആവിഷ്കാരം ഒരുപക്ഷെ ലോകത്ത് വേറെ ഉണ്ടാവില്ല. അതിൻ്റെ എല്ലാ നവരസങ്ങൾക്കും പ്രാധാന്യം കൊടുത്തുകൊണ്ട്, എല്ലാ സൗന്ദര്യ അനുഭൂതികൾക്കും പ്രാമുഖ്യം കൊടുത്തുകൊണ്ടുള്ളൊരു ആവിഷ്കാരം അത് വേറെ ഉണ്ടാവില്ല. അതുകൊണ്ട് ഇതിൽ സർക്കാരിന് വലിയ ഇടപെടാനുള്ള സാധ്യതയുണ്ട്. ഇരിങ്ങാലക്കുടയിലേക്ക് വരികയാണല്ലോ. ഇരിങ്ങാലക്കുട ഇതിനൊക്കെ നല്ല പശിമയുള്ള മണ്ണാണ് ഇരിങ്ങാലക്കുട, ഇതിൽ യാതൊരു സംശയവുമില്ല. ആ ഒരു ഭാവുകത്വം മനസ്സിൽ സൂക്ഷിക്കുന്ന ആളുകൾ ഉള്ള സ്ഥലമാണ് ഇരിങ്ങാലക്കുട. അതിൻ്റെ പാരമ്പര്യത്തിൽ നിന്നുണ്ടായിട്ടുള്ളതാണത്. അതിനെ പ്രായോഗികമായി നടപ്പിലാക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ച രണ്ടാളുകളാണ് തമ്പാൻ വക്കീൽ കെ തമ്പാനായാലും KR തമ്പാനായിരുന്നാലും. ഈ ഒരു പാരമ്പര്യത്തെ വരും തലമുറകളിലേക്ക് കൈമാറിക്കൊടുക്കുക, അത് കൈമാറിക്കൊടുക്കണമെങ്കിൽ ആ രംഗത്തുള്ള കലാകാരന്മാർക്ക് ജീവിക്കാൻ പറ്റണം. കഥകളി കലാകാരന്മാർക്ക് ഒരു കാലത്ത് ജീവിക്കാനൊരു വഴിയുണ്ടായിരുന്നില്ല. മാക്സിമം ഭക്ഷണം ഈ ഒളപ്പമണ്ണ പോലുള്ള ഏതെങ്കിലുമൊക്കെ ഇല്ലങ്ങളിൽ ആശ്രിതരായി കഴിഞ്ഞുകൂടി അവരുടെ ഈ സൗന്ദര്യാനുഭൂതികളെ തൃപ്തിപ്പെടുത്തുന്ന പണികളായിട്ടാണ് അവർ നടന്നിരുന്നത്. മറ്റവർക്ക് ജീവിക്കാൻ വഴിയൊന്നും ഉണ്ടായിരുന്നില്ല. വളരെ ചെറുപ്പത്തിൽ തന്നെ ഈ അഭ്യസനവുമായി വരുന്നത് കൊണ്ട് അവരുടെ ശരീരം മറ്റൊരു ജോലികൾക്കും വഴങ്ങുന്നതുമാവില്ല. ഒരു കഥകളി നടന് കഥകളി അവതരിപ്പിക്കുക എന്നല്ലാതെ മറ്റൊരു തൊഴിലും ചെയ്യാൻ പറ്റില്ല. കാരണം ആ രീതിയിൽ ആ ശരീരത്തെ ചിട്ടപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ കലാകാരന്മാർക്ക് ജീവിക്കുക എന്നുള്ളതൊരു പ്രധാനമാണ്. കളിയല്ലാതെ അവർക്ക് മറ്റൊന്നും ചെയ്യാൻ പറ്റില്ല. അതിനൊരു പ്രതിവിധി കണ്ടെത്തിയ സ്ഥലമാണ് മഹാകവി ചെയ്തതുപോലെ തന്നെ, വള്ളത്തോൾ ചെയ്തതുപോലെ തന്നെ ഉണ്ണായി വാര്യർ കലാനിലയം ഇവിടെ സ്ഥാപിക്കുക എന്നുള്ളത്. ഒരുപക്ഷെ 1950കളിൽ അത് അങ്ങനെ ആലോചിക്കാൻ പറ്റുന്നൊരു കാലമായിരുന്നുണ്ടാവില്ല. കാരണം അങ്ങനെ ഒരു സ്ഥാപനം തുടങ്ങി പഠിക്കാനൊരു പക്ഷേ ആളെ കിട്ടും. പക്ഷേ പഠിപ്പിക്കുന്ന ആളുകൾക്ക് അവരുടെ ജീവിതം കൂടെ കൊടുക്കാനുള്ള മറ്റ് സംവിധാനങ്ങൾ, അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കുക എളുപ്പമായിരുന്നില്ല. അങ്ങനെയുള്ളൊരു കാലത്ത് KK തമ്പാനും അതുപോലെ പുതുരച്ചുമേനോനും പനമ്പിള്ളി രാഘവമേനോനും ഒക്കെ ഉൾപ്പെടെയുള്ള ഇവിടുത്തെ ഒരുപാട് ഉൽപ്പതിഷ്ണുക്കളായ ആളുകൾ, അതിൽ ജാതിയോ മതമോ ഉണ്ടായിരുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. MC പോളൊക്കെ ഉൾപ്പെടെയുള്ള ആളുകൾ അതിനെ ഒരുപാട് മതാതീതമായി, ജാത്യതീതമായി അതിനെ സംഘടിപ്പിക്കുന്നതിലും അതിന് മുൻകൈ നിന്ന് പ്രവർത്തിക്കുന്നതിലും അവർ വലിയ പങ്കുവച്ചു. അവരെയൊക്കെ കൂട്ടി യോജിപ്പിക്കാനുള്ള, നേരത്തെ മീരയാണ് പറഞ്ഞതെന്ന് തോന്നുന്നുണ്ട്, ഈ മുത്തശ്ശനുണ്ടായിരുന്നൊരു കഴിവിനെക്കുറിച്ച് പറഞ്ഞു. എല്ലാവരെയും ഇങ്ങനെ കൂട്ടി യോജിപ്പിക്കുക, ഒരുപാട് വർത്തമാനം പറയുകയല്ല, എല്ലാത്തിനും എല്ലാവരെയും കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ഇതൊക്കെ നടത്താനുള്ളൊരു പ്രാഗൽഭ്യം, ഒരു സമചിത്തത, അതുകൊണ്ടാണത് സാധിച്ചിട്ടുള്ളത്. ഇപ്പോൾ ജനാധിപത്യ യുഗത്തിൽ കലാനിലയത്തിൻ്റെയൊക്കെ സ്ഥിതി വളരെ പരിതാപകരമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ അത് അങ്ങനെ പോരാ. ഈ കലാരൂപങ്ങളൊക്കെ നിലനിൽക്കണമെങ്കിൽ ഇത്തരം സ്ഥാപനങ്ങളും ആ കലാകാരന്മാരും അവരൊക്കെ നമ്മുടെ അഭിമാനമാണ്. ഇപ്പോൾ കൂടിയാട്ടം എല്ലാവരും കാണുന്ന ഒരു കലയല്ല, എല്ലാവർക്കും കണ്ടാൽ മനസ്സിലാവുന്നതുമല്ല. കൂത്തും കൂടിയാട്ടവും പാഠകവും ഒക്കെ എല്ലാവർക്കും മനസ്സിലാവണമെന്നുള്ളതല്ല. പക്ഷേ അത് ഞാൻ നേരത്തെ ആദ്യം അത് വീണ്ടും ആവർത്തിക്കുകയല്ല, ഈ ജനസഞ്ചയം അതിൻ്റെ ചരിത്രങ്ങളിലൂടെ മുഴുവൻ ആവാഹിച്ചെടുത്ത സൗന്ദര്യാനുഭൂതികളുടെ ഏറ്റവും മഹത്തായ ആവിഷ്കാരമാണ്. അത് നിലനിൽക്കണം. അതിനേക്കാൾ മെച്ചപ്പെട്ടതൊന്നും ഇനി ഉണ്ടാവുമോ എന്നുള്ളത് അത് കാലം തെളിയിക്കേണ്ടതാണ്. ഇന്ന് അതിനേക്കാൾ മെച്ചപ്പെട്ടൊന്നുമില്ല. അപ്പോൾ അതിനെ നിലനിർത്തുക എന്ന് പറയുന്നത് ഈ സമൂഹത്തിൻ്റെ ആകെ ഉത്തരവാദിത്തമാണ്. സമൂഹത്തിൻ്റെ ഉത്തരവാദിത്തം എന്ന് പറയുമ്പോൾ ഇന്നത് സർക്കാരിന് വലിയ ഉത്തരവാദിത്തമുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം വളരെ സങ്കടം തോന്നിയൊരു കാര്യം, പെട്ടെന്ന് കലാമണ്ഡലത്തിനുള്ള എല്ലാ ഗ്രാൻറ്റുകളൊക്കെ നിർത്തി എന്ന് പറഞ്ഞ് കലാമണ്ഡലത്തിൻ്റെ സാംസ്കാരിക സ്ഥാപനങ്ങളുടെ മുഴുവൻ ഗ്രാൻറ്റുകളും നിർത്തുന്നൊരു തീരുമാനം, അല്ലെങ്കിൽ അതിന് ഫണ്ട് കൊടുക്കാൻ പണമില്ല എന്ന് പറഞ്ഞ് പത്രങ്ങളിൽ വാർത്ത വന്നു. ഉടൻ തന്നെ കലാമണ്ഡലത്തിലെ 156ഓളം വരുന്ന താൽക്കാലിക ജീവനക്കാരെ പിരിച്ചുവിട്ട ഉത്തരവ് വാർത്ത വന്നു. നമ്മളെ വല്ലാതെ നടുക്കിയൊരു സംഭവമാണത്.
വേറെ എത്രയോ അനാവശ്യമായ ചെലവുകൾ ഈ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് നടക്കുന്നുണ്ട്. അവിടെ ഒന്നുമല്ല കയറി പിടിക്കുന്നത്. ഉടനെ കലാമണ്ഡലത്തിൽ ആളുകളെ പിരിച്ചുവിടുന്നു. ഇത് ശമ്പളം കിട്ടാത്ത അവസ്ഥ സാംസ്കാരിക സ്ഥാപനങ്ങൾ ഉണ്ടാക്കുന്ന ഒരവസ്ഥ വന്നതായി പത്രങ്ങളിൽ നമ്മൾ കണ്ടു. പക്ഷേ കലാമണ്ഡലത്തിലെ പ്രശ്നം രാത്രിക്ക് രാത്രി തന്നെ പരിഹരിച്ചു. ആ ഉത്തരവ് പിൻവലിച്ചു. അവിടെ സാധാരണഗതിയിൽ പ്രവർത്തനം 156 താൽക്കാലിക ജീവനക്കാരെ കലാമണ്ഡലത്തിൽ പിരിച്ചുവിടുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആ സ്ഥാപനം നിശ്ചലമാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ കലാമണ്ഡലം ഉണ്ടായത് സർക്കാരിൻ്റെ ഏതെങ്കിലും പരിഗണന കൊണ്ടല്ല. മഹാകവി ലോകം മുഴുവൻ നടന്ന് തെണ്ടി യാചിച്ച് പണം പിരിച്ചുണ്ടാക്കിയ സ്ഥാപനമാണത്. അപ്പോൾ അതിന് ആവശ്യമായ പ്രവർത്തന മൂലധനം കൊടുക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ ഒരു തെറ്റാണ്. ചരിത്രത്തോടും കാലത്തോടും മനുഷ്യ പാരമ്പര്യത്തോടും ഒക്കെ ചെയ്യുന്നൊരു വലിയ അനീതിയാണ്. അത് കലാനിലയത്തിൻ്റെ കാര്യത്തിലും അത് ബാധകമാണ്. ഇവിടെയുള്ള വളരെ ഉൽപ്പതിഷ്ണുക്കളായ കുറച്ചാളുകൾ, ഈ മനുഷ്യരുടെ പ്രത്യേകത അതാണ്. ഏതൊരു ദേശവും അത് മഹത്തരമാകുന്നത് അവിടെ ജീവിച്ച മനുഷ്യരാലാണ്. എല്ലാ മനുഷ്യർക്കും അതിൽ പങ്കാളിത്തമുണ്ട്. പക്ഷേ നമ്മൾ അറിയുന്നത് ചില കർത്തൃത്വങ്ങളെ മാത്രമാണ്. ആ കർത്തൃത്വങ്ങളെ രൂപപ്പെടുത്തുന്ന ഒരു ചരിത്രത്തിൻ്റെയും സാമൂഹ്യ അന്തരീക്ഷത്തിൻ്റെയും പിൻബലമുണ്ട്. ഇപ്പോൾ വീട്ടി എന്ന് പറയുന്ന ഒരാൾ ചെറിയ മനുഷ്യനാണ്. ഇന്ന് തോപ്പിൽ ഭാസിയുടെ ചരമവാർഷിക ദിനമാണ്. 2 ഉയരം കുറഞ്ഞ മനുഷ്യന്മാരാണ്. ചെറിയ മനുഷ്യൻ, 5 അടിയേ ഉള്ളൂ രണ്ടാളും. ഇവർ ജന്മം കൊണ്ട് ഏതെങ്കിലും തരത്തിൽ മനുഷ്യ സമൂഹത്തെ ആകർഷിക്കാൻ പറ്റുന്ന എന്തെങ്കിലും വിലാസങ്ങൾ അവരിൽ ഉണ്ടായിരുന്നില്ല. പക്ഷെ അവരുടെ കർമ്മം കൊണ്ട് അവരൊരു സമൂഹത്തിൻ്റെ ആകെ മാറ്റത്തിൻ്റെ വഴിവിളക്കുകളായിട്ട് അവർ മാറുകയാണ്. വലിയ പ്രകാശ ഗോപുരങ്ങളായി സമൂഹത്തിൽ അവർ മാറുകയാണ്. വീട്ടിലേക്ക് വേണമെങ്കിൽ സുഖമായിട്ട് ജീവിക്കാമായിരുന്നു. ഒരു വീട്ടിൽ തന്നെ പറയുന്നുണ്ട്, നമ്പൂതിരിമാരുടെ ഇടയിൽ ജനിക്കുകയാണെങ്കിൽ ഒരിക്കലും ഒരു അപ്പൻ നമ്പൂതിരിയായി ജനിക്കരുതെന്ന് പറയുന്നുണ്ട്. പട്ടിക്കും പൂച്ചയ്ക്കും ഒക്കെ ജീവിക്കാം, പക്ഷേ ഒരു നമ്പൂതിരിമാർക്കിടയിൽ ഒരു അപ്പനായിട്ട് ജീവിക്കാൻ പാടില്ല, അങ്ങനെ ഇടവരരുത് എന്ന് വീട്ടിൽ തന്നെ പറയുന്നുണ്ട്. കാരണം അത്ര അപകടം പിടിച്ച ഒരു സാമൂഹ്യ ജീവിത സ്ഥിതിയായിരുന്നു അന്ന് ഏറ്റവും ഉയർന്നതെന്ന് കരുതുന്ന ആ സമൂഹത്തിൻ്റെ ഇടയിലും ഉണ്ടായിരുന്നത് എന്നതുകൊണ്ടാണ് വീട്ടി അത് പിന്നീട് അങ്ങനെ എഴുതാൻ കാരണം. അപ്പോൾ ആ മനുഷ്യന്മാർ അവരെന്താണ് ചെയ്തത്? അവരുടെ പ്രവർത്തനം കൊണ്ടാണ് അവരുടെ മാത്രമല്ല, അവർ പ്രതിനിധാനം ചെയ്ത സമൂഹത്തിൻ്റെ മാത്രമല്ല, അവർ ജീവിച്ച കാലഘട്ടത്തിലെ എല്ലാ സാമൂഹ്യ വ്യാപാരങ്ങളെയും സ്വാധീനിക്കുന്ന ഇടപെടലുകൾ അവർ നടത്തിയെന്നുള്ളതാണ്. അതാണ് KK തമ്പാനും KR തമ്പാനും ചെയ്തിട്ടുള്ളത്. അവരാൽ കഴിയുന്ന പോലെ അതാണ് അവർ ചെയ്തിട്ടുള്ളത്. വീട്ടിൽ ചെയ്തത് അതാണ്. വിധവകൾക്ക് വിവാഹം കഴിക്കാൻ പാടില്ല. 12-13 വയസ്സായ ഋതുമതികളായ പെൺകുട്ടികളെ 50-60 വയസ്സായ അച്ഛൻ നമ്പൂതിരിമാർ വിവാഹം കഴിക്കുന്ന കാലം. അത് കാണുന്നൊരു മനുഷ്യൻ, സ്വന്തം സഹോദരിമാർക്ക് വരെ ഉണ്ടായ ആ വലിയ ദുഃഖം സ്വന്തം ദുഃഖമായി മാറുമ്പോഴാണ് ഒരാൾ കലാപകാരിയായി മാറുന്നത്. ഒരാൾ സമൂഹത്തിൻ്റെ സ്വാഭാവികമായ അതുവരെ കടന്നുപോയ വഴികളിൽ നിന്ന് വ്യത്യസ്തമായൊരു വഴി വെട്ടിത്തെളിക്കാൻ അയാളുടെ ജീവിതം സമർപ്പിക്കുന്നത്. അതാണ് വീട്ടിൽ ചെയ്തിട്ടുള്ളത്. ഇത് എഴുത്തച്ഛൻ ചെയ്തിട്ടുള്ളതാണ്. 400 വർഷങ്ങൾക്ക് മുൻപ് എഴുത്തച്ഛൻ ഒരുപാട് രാമായണം കിളിപ്പാട്ട് എഴുതി അതിനൊരുപാട് ഭർസനം നേരിട്ട ആളാണ്. വലിയ തോതിൽ സാമൂഹ്യ പരിഷ്കരണം നേരിട്ട ആളാണ്. സംസ്കൃതത്തിൻ്റെ ആധിപത്യം നിലനിന്നിരുന്നൊരു കാലത്ത് വലിയ പച്ച മലയാളത്തിൽ രാമായണം എഴുതി അതുവരെ അക്ഷരാഭ്യാസം പരിമിതമായുള്ളവർക്കും ഭൂരിപക്ഷം വരുന്ന അക്ഷരാഭ്യാസമില്ലാത്ത ആളുകൾക്കും എല്ലാം രാമായണ കഥ മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുക, അതിന് പറ്റുന്നൊരു ഭാഷയിൽ രാമായണം അതുവരെ ഇല്ലാത്ത ഒന്നുണ്ടാക്കുകയാണ്, പുതിയതൊന്ന് സൃഷ്ടിക്കുകയാണ്. അതിന് കാരണം ഇതാണ്. ഈ രാമായണത്തിൻ്റെ സന്ദേശം, സ്നേഹത്തിൻ്റെ സന്ദേശം, അരുത്, കൊല്ലരുത് എന്നുള്ള സന്ദേശം അത് എല്ലാ കാലത്തും സർവ്വലൗകികമായി
കഴിഞ്ഞ കാലങ്ങളിലും ഇനി വരാനിരിക്കുന്ന കാലങ്ങൾക്കൊക്കെ ബാധകമാണ് കൊല്ലരുത്, അരുത്, അരുത് എന്നുള്ളത്. അത് രുദിതാനുസാരി കവി എന്നാണ് പറയുക. കവികൾ എവിടെയാണോ കരച്ചിൽ കേൾക്കുന്നത് അവിടെയൊക്കെ കവികൾ ഓടിയെത്തും എന്നുള്ളതാണ്. അതുകൊണ്ട് കവിക്ക് പാർട്ടി രാഷ്ട്രീയം വേണമെങ്കിൽ ആവശ്യമില്ല. കവിക്ക് രാഷ്ട്രീയമുണ്ട്. അത് കരച്ചിൽ കേൾക്കുന്നതിൻ്റെ രാഷ്ട്രീയമാണ്. ദുരിതം അനുഭവിക്കുന്നതിനോടൊപ്പം ചേരുന്ന രാഷ്ട്രീയമാണ് കലാകാരന്, എഴുത്തുകാരന്, കവിക്ക് എല്ലാം ഉണ്ടാകേണ്ടത്. ആ കരച്ചിൽ കേട്ടയാളാണ് എഴുത്തച്ഛൻ. അതിനൊരുപാട് വേദനകളും യാതനകളും അദ്ദേഹം അനുഭവിച്ചെങ്കിലും ഇന്ന് അദ്ദേഹം നമ്മുടെ ഭാഷാപിതാവായി നിലനിൽക്കാൻ കാരണം അദ്ദേഹം തുടർന്നു വന്നതിൽ നിന്ന് വ്യത്യസ്തമായൊരു വഴി വെട്ടിത്തെളിച്ച് മനുഷ്യർക്കെല്ലാവർക്കും വെളിച്ചമുണ്ടാകാൻ, നന്മയുണ്ടാകാൻ പ്രവർത്തിച്ചുകൊണ്ടാണ്. ഇത് ഓരോ മഹാന്മാരെയൊക്കെ എടുത്ത് പരിശോധിച്ചാൽ, ഇപ്പോൾ ഞാൻ ഒരു മാർക്സിയൻ ചിന്താഗതിക്കാരനാണ്. മാർക്സിസ്റ്റാണെന്ന് എനിക്ക് പറയാനുള്ള ധൈര്യമില്ല. മാർക്സിയൻ ചിന്താഗതിക്കാരനാണ് എന്നേ പറയാൻ പറ്റുള്ളൂ. മാർക്സ് ഇത് തന്നെയാണ് ചെയ്തത്. മാർക്സിന് സുഖമായൊക്കെ വേണമെങ്കിൽ ജീവിക്കാമായിരുന്നു. പക്ഷേ ലോകം മുഴുവൻ തൻ്റെ ചുറ്റുമുള്ള മനുഷ്യന്മാർ പണിയെടുക്കുക. അവർക്ക് വേതനമില്ല, കൂലിയില്ല, കഷ്ടപ്പാട് മാത്രം, പട്ടിണി മാത്രം, ദാരിദ്ര്യം മാത്രം, മാറാ രോഗങ്ങൾ മാത്രം. ഇതിനെന്താണ് ഒരു പ്രതിവിധി എന്ന് അദ്ദേഹം ആലോചിച്ച് കണ്ടെത്തിയ, ചരിത്രത്തെ പഠിച്ച് മനുഷ്യൻ്റെ വികാസ പരിണാമങ്ങളെയൊക്കെ പഠിച്ച് അദ്ദേഹം കണ്ടെത്തിയ വഴികളാണ്. അത് അദ്ദേഹം അവതരിപ്പിച്ചു. അദ്ദേഹത്തിന് ശരിയാണെന്ന് തോന്നുന്ന രീതിയിൽ അതായത് ലോകം അതിനെ പിൽക്കാലത്ത് വലിയ തോതിൽ ഏറ്റെടുക്കുകയും ഇന്നും അതിനെതിരായി ലോകത്ത് മാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ വീണ്ടും അതൊരു പ്രതീക്ഷയായി വരികയും ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ മാർക്സ് അനുഭവിച്ച അതേ പ്രശ്നം, എഴുത്തച്ഛൻ അനുഭവിച്ച അതേ പ്രശ്നം തന്നെയാണ് മാർക്സ് അനുഭവിച്ചിട്ടുള്ളത്. അതുതന്നെയാണ് ഗാന്ധി അനുഭവിച്ച പ്രശ്നം. ഈ പ്രശ്നങ്ങളെ അതത് പ്രദേശങ്ങളിൽ വ്യക്തികൾ ഇങ്ങനെയുള്ള മഹത്വം എന്ന് പറയുന്നതിന് എന്താണ്, വലിയ ആളുകളായാലേ ഉള്ളൂ എന്നില്ല. ചെറിയ മനുഷ്യനും മഹത്വമുണ്ട്. ചെറിയ മനുഷ്യൻ എന്ന് പറഞ്ഞപ്പോൾ ഇപ്പോൾ കെ തമ്പാനെ ഒരുപക്ഷെ ഞാൻ ഇരിങ്ങാലക്കുട വരുന്ന കാലത്ത് എനിക്കറിയില്ല, KR തമ്പാനെ അറിയില്ല. പക്ഷേ അവരിവിടെ പ്രകാശം പരത്തുന്ന മഹത്വമുള്ള മനുഷ്യനാണ്. ലോകം മുഴുവൻ അറിയപ്പെടുന്ന ആളുകൾ അറിയുന്നവർ മാത്രമല്ല മഹാന്മാരാവുന്നത്. അതത് തദ്ദേശീയമായ പ്രദേശങ്ങളിൽ പ്രകാശഗോപുരങ്ങളായി നിൽക്കുന്ന മനുഷ്യന്മാരൊക്കെ മഹത്വം ഉള്ള ആളുകളാണ്. അങ്ങനെ മഹത്വം ജീവിതം കൊണ്ട് തെളിയിച്ച ആളുകളെയാണ് നമ്മളിന്ന് അനുസ്മരിക്കുന്നത്. അതുകൊണ്ട് ഇത്രയും കാലത്തിന് ശേഷവും 78 മരിച്ചതിന് ശേഷവും ഒരാളെ നാം വീണ്ടും 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 ഓർക്കുന്നത് കൊണ്ടാണ്, കർമ്മം കൊണ്ടാണ്, മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള കർമ്മം കൊണ്ടാണ്. എന്തെങ്കിലും കർമ്മം പലതരത്തിലുണ്ട്. സത്കർമ്മങ്ങളും ആവാം, അല്ലാത്തതും ആവാം. അപ്പം സത്കർമ്മങ്ങളാണ് കലാധിവർത്തിയായി നിലനിൽക്കുക, മറ്റത് നിലനിൽക്കില്ല. അപ്പോൾ ഹിറ്റ്ലറെ നമ്മൾ ഓർക്കുന്നുണ്ട്. ഹിറ്റ്ലർ ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ ഒരിക്കലും ചിലപ്പോൾ മോശക്കാരനൊന്നുമല്ല. കാരണം വളരെ പെട്ടെന്ന് 1929 ഒരു പാർട്ടി ഉണ്ടാക്കി 45 ആകുമ്പോഴേക്കും ലോകം മുഴുവൻ കീഴടക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളത് ശരിയാണ്. പക്ഷേ അത് മനുഷ്യകുലത്തിന് ഗുണകരമല്ലാത്തത് കൊണ്ട് നമ്മൾ ഹിറ്റ്ലറെ മറ്റുള്ളവരെ, ഗാന്ധിയെ കാണുന്നത് പോലെ നമ്മൾ ഹിറ്റ്ലറെ കാണുന്നില്ല. കാരണം അത് തിന്മയ്ക്കായിരുന്നു പ്രാധാന്യം. അപ്പോൾ സത്കർമ്മത്തിനാണ് പ്രാധാന്യം. ഈ മഹത്വം ഓരോ ദേശത്തെയും അടയാളപ്പെടുത്തുന്നത് ഇങ്ങനെ സത്കർമ്മങ്ങൾ ചെയ്യുന്ന മനുഷ്യരിലൂടെയാണ് എന്നുള്ളതാണ്. പമ്മന്നൂർ ഗുരുകുലം ആ കളി എത്ര ആളുകൾ കാണുന്നു എന്നുള്ളതല്ല, നിസ്തന്ത്രമായി തുടർച്ചയായി അതിനുവേണ്ടി സമർപ്പിതമായൊരു ജീവിതമാണ്. അതുകൊണ്ടാണ് അവിടെ ഇപ്പോൾ മാധവ ചാക്യാരായാലും പരമേശ്വര ചാക്യാർ, അങ്ങനെ അവരുടെ ഇന്നത്തെ കാലത്തുള്ള തലമുറകൾ, വേണുജിയൊക്കെ ഉൾപ്പെടെയുള്ള ആളുകൾ, അതൊരു വലിയ സമർപ്പണമാണത്. അവർക്ക് വേണമെങ്കിൽ മറ്റുള്ള ആളുകൾ ജീവിക്കുന്ന പോലെയൊക്കെ ജീവിക്കാം. ഈ ഉപഭോഗ തൃഷ്ണയുടെ എല്ലാ ആഗ്രഹങ്ങളും താല്പര്യങ്ങളും ഒക്കെ വെച്ചുകൊണ്ട് ഈ ഒരു തപസ്യയിൽ നിന്ന് മാറി അരാജകമായ മറ്റൊരു ജീവിതത്തിലേക്ക് വേണമെങ്കിൽ പോകാം. പക്ഷേ അവരെന്തിനാണ് ഇങ്ങനെ ഈ കലയ്ക്ക് വേണ്ടി ജീവിക്കുന്നത്? ആ കലാരൂപം അങ്ങനെ രൂപപ്പെട്ടു വന്നതാണത്. അത് നിലനിൽക്കേണ്ടത് സമൂഹത്തിൻ്റെ ആവശ്യമാണ് എന്നുള്ളതാണ്. അപ്പോൾ അതിനു വേണ്ടിയുള്ളൊരു സമർപ്പണം എന്ന് പറയുന്നതൊരു മഹത് കർമ്മമാണ്. അത് ഓരോ കലയുടെ കാര്യത്തിലും. ഇപ്പോൾ നമ്മുടെ നാടൻ കലകളൊക്കെ അന്യം നിന്നുകൊണ്ടിരിക്കുകയാണ്. എത്രയോ കുടുംബങ്ങൾ അതിനുവേണ്ടി പാരമ്പര്യമായി അതവരുടെ ഉപജീവന
ഉപാധിയായിരുന്നെങ്കിൽ കൂടി അതിലൊരു സമർപ്പണമുണ്ട്, അതിലൊരു വിശ്വാസമുണ്ട്. അത് മറ്റുള്ളവർക്ക് വേണ്ടിയുള്ളതാണ്. നിർമാല്യം എന്ന് പറയുന്ന സിനിമയിൽ വന്നിട്ട് നാവോറ് പാടുന്നൊരു രംഗം നിങ്ങൾക്ക് ഇനിയിപ്പോൾ സിനിമയിൽ കാണണം. ഇപ്പോൾ നാട്ടിൻപുറങ്ങളിൽ അത് കാണാൻ പറ്റില്ല. ഓമന ഉണ്ണിയുടെ നാവോറ് പാടുന്നെന്ന് പറയുന്ന പാട്ടുണ്ടല്ലോ. അത് സത്യത്തിൽ അവർക്ക് വേണ്ടിയല്ല, ആ ഉണ്ണിക്ക് നന്നാവാൻ വേണ്ടി അവർ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഓരോ ദൗത്യങ്ങളുണ്ട്. അതിനുവേണ്ടി സമർപ്പിക്കുന്നതാണ് മഹത്വം, സമർപ്പണമാണ് മഹത്വം. ആ സമർപ്പണമാണ് ഈ കെ തമ്പാനും KR തമ്പാനും അതുപോലെ പുത്തൂർ അച്യുതമേനനായിരുന്നാലും പനമ്പിള്ളി ഉൾപ്പെടെയുള്ള ആളുകൾ അവരൊക്കെ ചെയ്ത കുറേ പ്രവൃത്തികൾ ഈ സമൂഹത്തെ എല്ലാ കാലത്തേക്കും മുന്നോട്ട് നയിക്കുന്നതിൽ വലിയ പങ്കുവഹിച്ച ആളാണ്. ഇപ്പോൾ കുടൽമാണിക്യൻ ക്ഷേത്രം ഒരു കാലഘട്ടത്തിൽ വളരെ ബുദ്ധിമുട്ടുകൾ നേരിട്ടൊരു സമയമുണ്ടായിരുന്നു. തച്ചുടയ കൈമകളുടെ നേതൃത്വത്തിൽ അത് പ്രവർത്തിച്ചുകൊണ്ടിരുന്നൊരു സമയത്ത് അതിനെ അവിടെ ജോലി ചെയ്യുന്ന ആളുകൾക്കുൾപ്പെടെ ശാശ്വതമായൊരു ജീവിതം ഉണ്ടാവണം, ആ ക്ഷേത്രത്തിനൊരു അഭ്യുന്നതി ഉണ്ടാവണം എന്ന് കരുതി ആ പ്രവർത്തനം നടത്തിയത് കമ്മ്യൂണിസ്റ്റുകാരനായ KR തമ്പാനാണ്. KR തമ്പാന് അദ്ദേഹം വിശ്വാസിയാണോ അവിശ്വാസിയാണോ എന്ന് ആരും അന്വേഷിച്ചിട്ടില്ല. ഞങ്ങളെ പൊന്നാനിക്കാരെപ്പോഴും പറയുന്നൊരു കാര്യം, ഇപ്പോൾ നവമിവിളക്ക് വരാൻ പോവുകയാണ്, ഗുരുവായൂർ ഏകാദശി. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സൈദ്ധാന്തികനും സമുന്നത നേതാവുമായിരുന്ന കൊളാടി ഗോവിന്ദൻകുട്ടിയാണ് നവമിവിളക്ക് നടത്തിയിരുന്നത് അദ്ദേഹം ജീവിച്ചിരുന്ന കാലം മുഴുവൻ. ആ 2 ദിവസങ്ങളിൽ കേരളത്തിലെ എല്ലാ എഴുത്തുകാരും കലാകാരന്മാരും ഒക്കെ അവിടെ വരും. കമ്മ്യൂണിസ്റ്റാണെന്ന് പറഞ്ഞ് കൊളാടി നവമിവിളക്ക് നടത്തായിരുന്നില്ല. അപ്പോൾ പാരമ്പര്യത്തിൻ്റെ നന്മകളെയും ജനങ്ങളുടെ വിശ്വാസം നിലനിൽക്കുന്നിടത്തോളം കാലം ഒരു ദൈവമില്ലെന്ന് ആര് പ്രസംഗിച്ചിട്ടും കാര്യമില്ല. ദൈവം വേണോ വേണ്ടേ എന്നുള്ള ഓരോരുത്തർ തീരുമാനിക്കേണ്ട കാര്യമാണ്. അവർക്ക് ദൈവമുണ്ടെങ്കിൽ ദൈവമുണ്ട്, നിങ്ങൾ ആര് നിഷേധിച്ചിട്ടും കാര്യമില്ല. അതുകൊണ്ടാണ് യുക്തിവാദി പ്രസ്ഥാനത്തോട് നമുക്കൊരു വിയോജിപ്പ്. അതിങ്ങനെ പറയുന്നത് നല്ലതാണ്, ശരി. പക്ഷേ അതിന് ശാസ്ത്രീയമായി ബോധ്യം വരാത്തിടത്തോളം കാലം, ഇപ്പം അങ്ങനെ ബോധ്യം വരുന്ന സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിലൊക്കെ ഇപ്പോൾ ആരാധനാലയങ്ങളെ അടച്ചുപൂട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. മനുഷ്യൻ്റെ വിശ്വാസങ്ങളുണ്ടാവുന്നത് അവൻ്റെ ദൈന്യതകളിൽ നിന്നാണ്. പട്ടിണി കിടക്കുന്ന മനുഷ്യൻ, രോഗം വന്ന് ദുരിതം അനുഭവിക്കുന്ന മനുഷ്യൻ, വായ്പയെടുത്ത് കടം തിരിച്ചടയ്ക്കാൻ പറ്റാതെ വരുന്ന മനുഷ്യൻ, ആ മനുഷ്യനൊരു ആശ്രയം. നമുക്ക് ആർക്കും ആശ്രയം കൊടുക്കാൻ പറ്റില്ല. കടം വന്ന് മുടിഞ്ഞൊരു മനുഷ്യന് നാളെ 10 ലക്ഷം രൂപ കൊടുക്കാമെന്ന് ആരും തീരുമാനിക്കില്ല, എത്ര സമ്പന്നനും തീരുമാനിക്കില്ല. അപ്പോൾ അയാൾക്കൊരാശ്രയം വേറൊന്നുമില്ല. വഴിയാധാരമാക്കപ്പെടുന്ന മനുഷ്യരുടെ ആശ്രയമായി ദൈവം ഇങ്ങനെ ഉണ്ടാവും. അതിന് ഉള്ള പരിഹാരമാണ് എല്ലാ മനുഷ്യർക്കും സുഖമായി ജീവിക്കാൻ അവസരമുണ്ടായാലും ഒരു പക്ഷേ ഉണ്ടാവില്ല. സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിൽ ഇപ്പോൾ ആരാധനാലയങ്ങൾ അടച്ചുപൂട്ടാൻ കാരണമാണ്. ഞാൻ പറഞ്ഞു എന്ത് കുടൽമാണിക്യത്തിന് തമ്പാൻ വക്കീലിന് ഒരു തടസ്സം ഉണ്ടായില്ല. അവിടുത്തെ ജീവനക്കാർക്ക് മുഴുവൻ സുഖമുണ്ടാവണം. അതിനാ അദ്ദേഹം അന്ന് അച്യുതൻ്റെ ഗവൺമെൻറ്റാണ് ഇടപെട്ടു, ആവശ്യമായ ഉപദേശ നിർദ്ദേശങ്ങളുണ്ടാക്കി കുടൽമാണിക്യം ദേവസ്വം രൂപപ്പെട്ടു. ഇന്ന് ആ ദേവസ്വം ഉള്ളതുകൊണ്ട് എന്താണ്, കൃത്യമായി അതിൻ്റെ കാര്യങ്ങളൊക്കെ നടക്കുന്നു. എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, വലിയ ഗംഭീരമായ ഉത്സവമാണ് ഇവിടെ നടക്കാറുള്ളത്. ഒരു ദേശീയ ക്ലാസിക് കലകളുടെ ഉത്സവം, അതിൻ്റെ കേന്ദ്രമായി ഇരിങ്ങാലക്കുട മാറണം. ഇരിങ്ങാലക്കുടയെ വികസിപ്പിക്കാനുള്ള മാർഗ്ഗം അതാണ്. ലോകത്തിലെ എല്ലാ ക്ലാസിക് കലകളും ആദ്യം നമുക്ക് ഇന്ത്യയിലെ ഇപ്പോൾ കുറച്ചൊക്കെ നടക്കുന്നുണ്ട്. ഇപ്പോൾ ലല്ലുവൊക്കെ അവിടെ ആയിരുന്ന സമയത്ത് ഞാൻ ഫേസ്ബുക്കിലൂടെയൊക്കെ കാണാറുണ്ടായിരുന്നു. നമ്മളെല്ലാം ആരാധിക്കുന്ന ബഹുമാനിക്കുന്ന ഇന്ത്യയിലെ നിരവധിയായ കലാകാരന്മാർ അവിടെ വന്ന് അവരുടെ പ്രകടനങ്ങൾ നടത്തുന്നുണ്ട്. അതിൻ്റെ ഒരു സെൻറ്റർ ഓഫ് ആർട്ടായിട്ട് അതിനെ മാറ്റാൻ ഈ ദേവസ്വവും ഈ നാട്ടിലെ ജനങ്ങളും മുനിസിപ്പാലിറ്റിയും ജനപ്രതിനിധികളും ഒക്കെ കൂടെ തീരുമാനിച്ചാൽ പറ്റും. അതിനുള്ള പരിശ്രമം ഉണ്ടാവണമെങ്കിൽ അവിടെയാണ് പ്രശ്നം. അതിനൊരു കർത്തൃത്വം വേണം. ആ കർത്തൃത്വം, ഇതിൻ്റെ ആവശ്യകത തിരിച്ചറിഞ്ഞ് അതിന് സ്വയം സമർപ്പിക്കാൻ ഒരാൾ തയ്യാറാവുന്നതാണ് കർത്തൃത്വം. അത് മുൻകാലങ്ങളിൽ ചെയ്തിട്ടുള്ള ആളുകളാണ് കെ തമ്പാനും KR തമ്പാനും ഒക്കെ. ഇപ്പോൾ തഞ്ചാവൂരിലെ ഉത്സവത്തെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്, ഇതുവരെ പോകാൻ പറ്റിയിട്ടില്ല, പോകണമെന്ന് ആഗ്രഹമുണ്ട്. ത്യാഗരാജ സംഗീതോത്സവം, അതിൻ്റെ പഞ്ചരത്ന കീർത്തനാലാപനം 3000 കലാകാരന്മാർ ഒരുമിച്ചിരുന്നാണ് നടത്തുന്നതെന്ന് കേട്ടിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടില്ല. അതേസമയത്ത് ചെമ്പൈ സംഗീതോത്സവം അതുമായി താരതമ്യം ചെയ്യുമ്പോൾ എത്രയോ ശുഷ്കമായിട്ടാണ് നടക്കുന്നത്. എത്ര ഗംഭീരമായിട്ട് നടത്താം, ഇഷ്ടം പോലെ പണം വരുന്നതല്ലേ.
അതൊക്കെ വിശ്വാസത്തെയും ഭക്തിയെയും കൂടുതൽ പ്രോജ്വലിപ്പിക്കും, ചെയ്തുകൊള്ളട്ടെ. പക്ഷേ അത് ആസ്വദിക്കുന്ന മനുഷ്യൻ്റെ മനസ്സിലുണ്ടാവുന്ന ആ വലിയ ഒരു ജ്വലനമുണ്ടല്ലോ, അത് ഈ സമൂഹത്തെ കൂടുതൽ നന്നാക്കാൻ പ്രചോദനകരമാവും. കല ആസ്വദിക്കുന്ന ആളുകൾ, പൊതുവെ രാഷ്ട്രീയത്തിൽ വന്നു പെട്ടിട്ടുള്ള ഒരു വലിയ പ്രശ്നം വായിക്കുന്ന, കല ആസ്വദിക്കുന്ന ആളുകളില്ല എന്നുള്ളതാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിലൊരു പോസ്റ്റ് ഇട്ടിരുന്നു. നമ്മുടെ ഗുരുവായൂർ MLA KV അബ്ദുൽ ഖാദർ ചെമ്പൈ സംഗീതോത്സവം ആസ്വദിക്കുന്നൊരു ചിത്രമിട്ടപ്പോൾ ഞാൻ അതിൻ്റെ അടിയിൽ എഴുതിയിട്ടു, ഇത്തരം ആളുകൾ എല്ലാവരും ഇതുപോലെ പാട്ട് കേൾക്കുന്നവരും പുസ്തകം വായിക്കുന്നവരും കഥ വായിക്കുന്നവരും നോവൽ വായിക്കുന്നവരും ഒക്കെ ആണെങ്കിൽ പ്രകൃതി സൗന്ദര്യത്തിൽ കുഞ്ഞിരാമൻ നായരെ പോലെ രമിച്ച് നടക്കുന്ന ആളുകളൊക്കെ ആയിരുന്നെങ്കിൽ സമൂഹം കുറേ കൂടെ പ്രശാന്തമാവും, സമാധാനപരമാവും, സുന്ദരമാവും. അത് ഞാനതിലിങ്ങനെ ജസ്റ്റ് എഴുതിയിട്ടിരുന്നു. അത്തരം ആളുകളില്ല. തമ്പാൻ വക്കീലിനെ പോലുള്ള KK തമ്പാൻ പ്രത്യക്ഷമായ രാഷ്ട്രീയത്തിൽ ഇടപെട്ടിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഇവിടെ റഷീദ് കാറളം വായിച്ച ആമുഖത്തിൽ അദ്ദേഹം അഖിലേന്ത്യാ സമാധാന ഐക്യദാർഢ്യ സമിതിയുടെ സമ്മേളനത്തിൽ പങ്കെടുത്തതായിട്ട് ഞാൻ കേൾക്കുകയുണ്ടായി. എന്തായാലും ഒരാൾ പ്രത്യക്ഷത്തിൽ രാഷ്ട്രീയത്തിൽ ഇടപെടുന്നു എന്നുള്ളതല്ല പ്രശ്നം. ആ സമൂഹത്തിൻ്റെ ഭാവിയെ കരുതിയുള്ള ആവശ്യങ്ങളിൽ അയാൾ സ്വയം സമർപ്പിക്കുന്നുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം. അതുതന്നെയാണ് രാഷ്ട്രീയ പ്രവർത്തനം. അതിനപ്പുറത്ത് വേറെന്താണ് രാഷ്ട്രീയ പ്രവർത്തനം? അത് നിർവഹിച്ച ആളുകളെയാണ് നമ്മളിന്ന് അനുസ്മരിക്കുന്നത്. അവർക്കതിൽ തങ്ങൾ കമ്മ്യൂണിസ്റ്റാണ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രാഷ്ട്രീയ ചിന്താഗതിക്കാരാണ് എന്നുള്ളതല്ല, അത് അവരുടെ ഉള്ളിലുണ്ടാവും. ആ ഉള്ളിലുള്ള വെളിച്ചം കൊണ്ടാണ് അവർ മറ്റു മനുഷ്യരോട്, തൻ്റെ മുന്നിൽ വന്നിരിക്കുന്ന ഒരാൾ, അയാൾ പ്രഭുവാണോ പണ്ഡിതനാണോ പാമരനാണോ സ്ത്രീയാണോ പുരുഷനാണോ, ഈ വിവേചനം ഒന്നുമില്ലാതെ അവർ ഇടപെടുകയാണ്. തമ്പാൻ വക്കീലിനെ കുറിച്ച് മീര പറഞ്ഞ ഒരു ഉണ്ണി എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ അമ്പലവാസികളായിട്ടുള്ള ആളുകളുടെ ഭൂമി ഭൂപരിഷ്കരണ നിയമത്തിൻ്റെ പരിധിയിൽ അത് വരുന്നതെല്ലാം തോന്നുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ കാലങ്ങളായിട്ട് ഈ സ്ഥലങ്ങളിൽ താമസിക്കുക, പക്ഷേ പട്ടയില്ല, ഭൂമി വിൽക്കാൻ പറ്റില്ല, കൈമാറ്റം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിനെന്താ ഒരു പരിഹാരം? അത് ഇരിങ്ങാലക്കുടയിൽ മാത്രമല്ല, കേരളം മുഴുവൻ അങ്ങനെയുള്ള രാജാക്കന്മാരുടെ കാലത്ത് അറിയാം, ദേവസ്വം ബ്രഹ്മസ്വം ഇങ്ങനെയുള്ള ഭൂമികളായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ദേവസ്വം ഭൂമികളിൽ കാലങ്ങളായി പാരമ്പര്യമായി താമസിച്ചു വരുന്ന ആളുകൾക്ക് ഭൂമി കൈവശമുണ്ടെങ്കിലും വീട് വയ്ക്കാൻ സ്ഥലമുണ്ടെങ്കിലും അവർക്കത് കൈമാറ്റം ചെയ്യാൻ പറ്റില്ല, ഒരു വായ്പ എടുക്കാൻ പറ്റില്ല. ഈ ഒരു പ്രതിസന്ധിയെ വക്കീലിന് വേണമെങ്കിൽ, തമ്പാൻ വക്കീലിന് വേണമെങ്കിൽ അത് എൻ്റെ പ്രശ്നമല്ലല്ലോ, അത് വേറെ ആരുടെയെങ്കിലും പ്രശ്നമല്ലേ എന്ന് കരുതി അത് മാറ്റിയൊക്കെയായിരുന്നു. പക്ഷേ അതിനല്ല അദ്ദേഹം മുതിർന്നത്. തന്നിൽ കരഗതമായിട്ടുള്ള അറിവും സാധ്യതയും അദ്ദേഹം ഉപയോഗിക്കുകയാണ് ചെയ്തത്. അങ്ങനെ ഒരു നിയമനിർമ്മാണം അവസാനം 1980 ആ നിയമമുണ്ടായി. അവർക്ക് പട്ടയം ലഭിക്കാൻ ആവശ്യമായ നിയമനിർമ്മാണം, റവന്യൂ ലാൻഡ് ഫ്രാഞ്ചൈസ്മെൻറ്റ് ആക്ട് ഉണ്ടായി. അപ്പോൾ അത്തരം പ്രവർത്തനങ്ങൾ ഇത് ഇന്നാണെങ്കിൽ ഒരു പക്ഷേ നമ്മൾ ആലോചിക്കാം, അതുകൊണ്ട് ഇപ്പോൾ എനിക്കെന്താ കാര്യം, എനിക്കാവശ്യമില്ലാത്ത കാര്യത്തിന് ഞാനെന്തിനാ ഇറങ്ങിപ്പെടും. ഒരു പൊതു മനോഭാവം, ഈ വിപണി അധിഷ്ഠിതമായിട്ടുള്ള മൂല്യബോധം സമൂഹത്തിൽ ശക്തിപ്പെട്ടു വരുമ്പോൾ ഉണ്ടാവുന്നത് ലാഭമില്ലാത്ത ഒന്നിനും വേണ്ടി ഒന്നും ചെയ്യേണ്ടതില്ല എന്നാണ്. അതുകൊണ്ടാണ് നമുക്ക് അതിരപ്പള്ളിയിലേക്ക് പോകുമ്പോൾ അതിരപ്പള്ളിയുടെ പ്രകൃതി സൗന്ദര്യം കാണാൻ പറ്റാതെ അവിടെ നിൽക്കുന്നതൊക്കെ മരങ്ങളായി നമുക്ക് കാണാൻ തോന്നുന്നത്. പുഴ കാണുമ്പോൾ പുഴയുടെ സൗന്ദര്യം കാണാൻ പറ്റാതെ അവിടെ ഈ മണൽ എടുത്തു മാറ്റിയാൽ എത്ര പണമുണ്ടാക്കാൻ പറ്റും എന്ന് നമ്മൾ ആലോചിക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യുക. അത് ഓരോ പ്രദേശത്തെയും അങ്ങനെ ചെയ്ത, അങ്ങനെ പ്രവർത്തിച്ച മനുഷ്യന്മാരാണ് ആ ദേശത്തിൻ്റെ ചരിത്രത്തിൻ്റെ വിധാതാക്കൾ. അത് അവരുടെ മനസ്സിൽ സൃഷ്ടിക്കുന്നത് അത് കേവലം അവർക്ക് ഉൾവിളി ഉണ്ടാവുന്നതല്ല, ഏതെങ്കിലും അതീന്ദ്രിയമായിട്ടുള്ള ഒരു പ്രേരണയുണ്ടാകുന്നതല്ല. തൻ്റെ ചുറ്റും കാണുന്ന മനുഷ്യരുടെ ജീവിതത്തിൽ നിന്നാണ് ഈ ആവശ്യങ്ങളുണ്ടാവുന്നത്. ജീവിതത്തിൽ നിന്നാണ് ആവശ്യങ്ങളുണ്ടാവുന്നത്. ജീവിത പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള പ്രതിവിധി അന്വേഷിക്കുമ്പോഴാണ് നമ്മളൊരു കർമ്മത്തിലേക്ക് ഇറങ്ങിപ്പുറപ്പെടുന്നത്. അതാണിപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്ത ആളുകളെയാണ് നമ്മൾ അനുസ്മരിക്കുന്നത്. അല്ലാത്ത ആളുകളെയൊക്കെ അനുസ്മരിക്കുന്നുണ്ടാവും. വലിയ സമ്പന്നരും ധനാഢ്യരൊക്കെ ആയിട്ടുള്ള ആളുകൾ, അവരുടെ പേരിൽ അവാർഡ്, കുടുംബക്കാർ തന്നെ അവാർഡ് പല രീതിയിലൊക്കെ ചെയ്യുന്നുണ്ടാവും. അങ്ങനെ അല്ലാതെ ഒരു സമൂഹം ഈ മനുഷ്യരെ എഴുത്തച്ഛനെ ഓർക്കുന്നത് പോലെ
വീട്ടിയെ ഓർക്കുന്നത് പോലെ നാരായണ ഗുരുവിനെ ഓർക്കുന്നത് പോലെയൊക്കെ നമ്മൾ ഓർക്കുന്നത് അവരുടെ ഈ കാലാതീതമായി മുന്നോട്ടുള്ള സമൂഹത്തിൻ്റെ പ്രയാണത്തിന് പ്രേരണയാകുന്ന കർമ്മങ്ങളെ, അത് കലാരംഗത്തുള്ളവരാവാം, ദാർശനിക രംഗത്തുള്ളവരാവാം, രാഷ്ട്രീയ രംഗത്തുള്ളവരാവാം, സാമൂഹ്യ രംഗത്തുള്ളവരാവാം, സാംസ്കാരിക രംഗത്ത്, അവരെയൊക്കെ നമ്മൾ ഓർക്കുന്നത് അതാണ്. പുതിയ കാലത്ത് നമുക്ക് ഇപ്പോൾ തമ്പാമക്കയിൽ വായനശാല തുടങ്ങിയ ആളാണെന്ന് കേട്ടിട്ടുണ്ട്. ഒരു 100 ചില്ലാൻ കൊല്ലമായിട്ടുണ്ടാവും മഹാത്മാഗാന്ധി വായനശാല ഉണ്ടായിട്ടുള്ളതെന്നാണ് എനിക്ക് കുറേ കാലം അദ്ദേഹം അതിൻ്റെ ഭാരവാഹിയായിരുന്നു ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. എന്തിനാ ഇപ്പോൾ ഒരു വായനശാല തുടങ്ങുന്നത്? ആ കാലത്ത് പ്രത്യേകിച്ച് കെ തമ്പാനെ പോലുള്ള ആളുകൾക്ക്, അദ്ദേഹത്തിന് മുൻപേ തുടങ്ങിയ വായനശാലയാണ്. അദ്ദേഹം അതിൻ്റെ പ്രവർത്തകനായൊക്കെ വന്നത്. അദ്ദേഹത്തിന് ഇപ്പം എന്താ അതിൻ്റെ കാര്യം? ഒരു കാര്യമില്ല. കുറേ ആളുകൾ വായിച്ച് നാട്ടിലെ മനുഷ്യന്മാർ വെളിച്ചമുള്ളവരായി മാറി എന്നുള്ളതുകൊണ്ട് ഇപ്പം അദ്ദേഹത്തിന് പ്രത്യേകിച്ച് കാര്യമുണ്ട്. പക്ഷേ ഒരു വായനശാല എന്ന് പറയുന്നത് അതൊരു നാടിൻ്റെ വിജ്ഞാനത്തിൻ്റെ വലിയ പ്രസരണം നടക്കുന്നൊരു സ്ഥലമാണ്. ചിലപ്പോൾ 100 കൊല്ലത്തിനുള്ളിൽ ആ വായനശാലയിൽ നിന്ന് ഒരാൾ മാത്രമായിരിക്കും ഉണ്ടായിട്ടുണ്ടാവുക. ചിലപ്പോൾ ഒരു അബ്ദുൽ കലാമിനെ പോലുള്ള ഒരാൾ, അതല്ലെങ്കിൽ അതുപോലുള്ള വേറൊരാൾ, അത്രയേ ഉണ്ടാവുള്ളൂ. പക്ഷേ ആ കർമ്മത്തിൻ്റെ ദൗത്യം പൂർത്തിയായി എന്നുള്ളതാണ്. അപ്പോൾ ഒരു വായനശാല തുടങ്ങുമ്പോൾ ഇതിപ്പോൾ ഇത് വെച്ച് ഞാൻ പ്രസിഡൻറ്റും സെക്രട്ടറിക്കൊക്കെ എനിക്ക് കുറേ പ്രചാരവേല ഉണ്ടാക്കാം എന്നുള്ളതിനപ്പുറത്ത് ഈ വായനശാലയ്ക്കൊരു മഹത്തായ ദൗത്യം അത് തിരിച്ചറിഞ്ഞ ആ കാലത്ത് ഹിന്ദി പ്രചരണം ഇപ്പോഴും ഞങ്ങളുടെയൊക്കെ ഇപ്പോൾ എൻ്റെ തലമുറ, ഞാനിപ്പോൾ ഷഷ്ടിപൂർത്തി കഴിഞ്ഞ ഒരാളാണ്, ഏറ്റവും വലിയ വിഷമം അനുഭവിച്ച് ഹിന്ദി അറിയില്ല എന്നുള്ളതുകൊണ്ടാണ്. ഈ വിദ്യാഭ്യാസാനന്തരമുള്ളൊരു കാലത്ത് കേരളം വിട്ട് പല സ്ഥലങ്ങളിൽ പോകുമ്പോൾ പറഞ്ഞാലും മനസ്സിലാവില്ല, പറയാൻ അറിയില്ല. വലിയ ബുദ്ധിമുട്ടാണ് അനുഭവിച്ചിട്ടുള്ളത്. പക്ഷേ മലയാളികൾ ധാരാളമായി പ്രവാസത്തിൽ ഉണ്ടായിരുന്ന ആളുകളാണ്. പണ്ടുകാലത്ത് സിംഗപ്പൂരിൽ ഉൾപ്പെടെ പോയിരുന്ന മലയാളികൾ, പിന്നെ 2ാം ലോക മഹായുദ്ധത്തിൽ ബ്രിട്ടീഷ് പട്ടാളക്കാരായിട്ട് പോയിരുന്ന ആളുകൾ, അങ്ങനെയൊക്കെ ധാരാളം പ്രവാസ സാഹിത്യം തന്നെ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും അവസാനം ബെന്യാമിനിലാണ് അതിങ്ങനെ പൂത്തുലഞ്ഞ് നിൽക്കുന്നത്. അപ്പോൾ ആ പ്രവാസത്തിലൂടെയൊക്കെ നമുക്ക് വലിയ അനുഭവങ്ങളും കാര്യങ്ങളും ഒക്കെ നമുക്ക് വന്നു ചേർന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, നമുക്ക് ഇങ്ങനെയുള്ള മനുഷ്യന്മാർ, ഈ മനുഷ്യരെ ഓർക്കുക എന്നുള്ളത് അവരെ സ്തുതിക്കാൻ വേണ്ടിയല്ല, നമുക്ക് തന്നെയുള്ള മുന്നോട്ടുള്ള യാത്രയ്ക്ക് അത് കരുത്താണെന്നുള്ളതുകൊണ്ടാണ്. ഇന്നത്തെ ഇരിങ്ങാലക്കുടയുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ തീർച്ചയായിട്ടും നമുക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ കാണാവുന്ന മാതൃകകൾ അവരാണ്. അവരെ അതേപടി ഇനി പകർത്താൻ പറ്റില്ല. കാരണം അവർ ജീവിച്ച കാലം മാറി, അവർ ജീവിച്ച സമൂഹം മാറി. നമ്മൾ ജീവിച്ച കാലം വേറൊന്നാണ്, നമ്മൾ ജീവിച്ച മൂല്യബോധം വേറൊന്നാണ്, അവർ ജീവിച്ച മൂല്യബോധം, സാമൂഹ്യബോധം വേറൊന്നാണ്. സമയം വൈകിട്ടെന്ന് തോന്നുന്നുണ്ട്, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. അപ്പോൾ ഈ 2 കാലത്തിനനുസരിച്ച് ഈ കാലത്തിൻ്റെ കർമ്മങ്ങളെ എങ്ങനെ രൂപപ്പെടുത്താൻ പറ്റുമെന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അതിനെന്താണ് വഴി എന്നുള്ളതാണ് ആലോചിക്കേണ്ടത്. അതിന് സമൂഹം നേരെയായിട്ട് നമ്മൾ നേരെയാവാം എന്ന് മാത്രം വിചാരിച്ചാൽ നടക്കില്ല. ഇത് പരസ്പര ബന്ധിതവും പരസ്പര പൂരകവുമാണ്. സമൂഹത്തെ നേരെയാക്കുന്നത് വ്യക്തികളാണ്, വ്യക്തികളെ സൃഷ്ടിക്കുന്നത് സമൂഹമാണ്. പരസ്പര ബന്ധിതവും പരസ്പര പൂരകവുമാണ്. അപ്പോൾ ഈ പരസ്പര ബന്ധിതവും പരസ്പര പൂരകവുമായി നിൽക്കുന്ന ഈ അവസ്ഥയെ തിരിച്ചറിഞ്ഞ് അവിടെ ഇടപെടാനുള്ള ഇച്ഛാശക്തി ഉണ്ടാവുക എന്നുള്ളതാണ്. ആ ഇച്ഛാശക്തി എവിടെ നിന്നെങ്കിലും സൃഷ്ടിക്കപ്പെട്ടു വരുന്നതല്ല, ഒരാളുടെ ഉള്ളിൽ അയാൾ ആർജിച്ച മനുഷ്യസ്നേഹത്തിൽ നിന്നാണ് അതുണ്ടാവുന്നത്. സ്വന്തം സഹോദരി വൃദ്ധന്മാരുടെ പത്നിമാരായി മാറുമ്പോൾ അവരനുഭവിച്ച വേദനയിൽ നിന്ന്, ഒരു ക്രൗഞ്ച പക്ഷികൾ വെടിയേറ്റ് വീഴുമ്പോൾ, അമ്പേറ്റ് വീഴുമ്പോൾ താഴെ വീഴുന്ന ആ പക്ഷിയുടെ കരച്ചിലിൽ നിന്ന്, അത് ഒരാളിലുണ്ടാക്കുന്ന അനുരണനങ്ങൾ, പ്രതികരണങ്ങൾ, അത് സ്നേഹത്തിൽ നിന്നുണ്ടാവുന്നതാണ്. സ്നേഹത്തിൽ നിന്നാണ് ഇതെല്ലാം ഉണ്ടാവുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ആ മനുഷ്യസ്നേഹം അത് പ്രകൃതിയാൽ ഉണ്ടാവുന്നത് തന്നെയാണ്. മനുഷ്യൻ എന്ന് പറയുന്നത് ഈ പ്രകൃതിയുടെ ഏറ്റവും വേറൊരു
പ്രകൃതി എന്താണോ അത് തന്നെയാണ് മനുഷ്യൻ. എല്ലാ ജീവനും, മനുഷ്യൻ മാത്രമല്ല. എന്താണോ പ്രകൃതി, ആ പ്രകൃതിക്കുള്ള എല്ലാ സ്വഭാവവിശേഷങ്ങളും ഗുണഗണങ്ങളും എല്ലാ ജീവനിലും കുടികൊള്ളുന്നുണ്ട്. എല്ലാ ജീവനും തുല്യരാണ്. ഒരു ഉറുമ്പ് നമ്മളെക്കാൾ നമുക്ക് വേണമെങ്കിൽ അതിനെ ചവിട്ടിയരയ്ക്കാം. പക്ഷേ ആ ഉറുമ്പിന് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റില്ല. ആന നമ്മളെക്കാൾ ഭയങ്കര ശക്തനാണ്. പക്ഷേ ആനയ്ക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്ന അതിനും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എല്ലാവരും തുല്യരാണ്. ഈ സ്ഥിതി സമത്വ സങ്കല്പനം അവിടെ നിന്നാണ് ഉണ്ടാകുന്നത്. തുല്യതയാണ്. പ്രകൃതിയിലെല്ലാം തുല്യമാണ്. പ്രകൃതിയിലൊന്നും നിങ്ങൾ നോക്കിക്കോളൂ, അതിനു വേണ്ടി ഒന്നും ചെയ്യുന്നില്ല. അല്ല, എല്ലാം മറ്റുള്ളവർക്ക് വേണ്ടിയാണ്. ഒരു മാവിൽ എന്തിനാണ് മാമ്പഴം ഉണ്ടാവുന്നത്? അതതിൻ്റെ പ്രകൃതിയാലുള്ള ദൗത്യമാണ്. സ്നേഹം എന്ന് പറയുന്നത് പ്രകൃതിയാലുണ്ടാവുന്ന ഒന്നാണ്. മാമ്പഴം മാവിന് വേണ്ടിയല്ല, അത് പക്ഷികൾക്ക്, മനുഷ്യർക്ക്, അത് ആവശ്യമുള്ളവർക്കൊക്കെ അത് കൊണ്ടുപോകാം. അതൊരിക്കലും അത് ചാക്കിൽ കെട്ടി എടുത്തു വെച്ച് സമ്പന്നനാവാൻ നോക്കില്ല. ആ പണി മനുഷ്യൻ മാത്രമേ ചെയ്യുന്നുള്ളൂ. എന്തിനാണ് പൂക്കളിൽ, ചെടികളിൽ പൂക്കൾ ഉണ്ടാകുന്നത്? ഇപ്പോൾ വസന്തം, പ്രകൃതിയിൽ ഇഷ്ടം പോലെ വസന്തം ഉണ്ടാവും. ആ വസന്തം ആസ്വദിക്കാനുള്ളൊരു മനസ്സുണ്ടാവണം എന്നുള്ളതാണ്. ഇല്ലെങ്കിൽ വസന്തത്തിന് യാതൊരു പ്രസക്തിയില്ല. കാഴ്ചയില്ലാത്ത ഒരു മനുഷ്യൻ്റെ മുമ്പിൽ ഒരു പൂന്തോട്ടത്തിനൊരു പ്രസക്തിയുമില്ല. മനസ്സില്ലാത്ത ഒരു മനുഷ്യൻ്റെ മുമ്പിൽ വേറെ മറ്റൊന്നിനും ഒരു പ്രസക്തിയുമില്ല. അപ്പോൾ ഈ മനസ്സ് എന്ന് പറയുന്നതാണ് സ്നേഹം. മറ്റുള്ളവരോടുള്ള കാരുണ്യമോ അനുകമ്പയോ ഒന്നും വേണ്ട. ഞാൻ, എൻ്റെ ജീവിതം, അത് മറ്റുള്ളവരുടെ ജീവിതം. നിങ്ങളെല്ലാവരും കഷ്ടപ്പെടുമ്പോൾ ഞാൻ മാത്രം സുഖജീവിക്കണം എന്ന് പറയുന്നത് ഏറ്റവും വലിയ അനീതിയാണ്. പ്രകൃതിയിലെല്ലാം ഒരുമിച്ച് ജീവിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇരിങ്ങാലക്കുടയുടെ മുന്നോട്ടുള്ള ഈ പ്രയാണത്തിൽ മറ്റുള്ളവർ എന്ത് പറയുന്നു, മറ്റുള്ളവർ എന്ത് ആഗ്രഹിക്കുന്നു എന്നതല്ല പ്രശ്നം. അവരുടെയൊക്കെ ആഗ്രഹങ്ങളിൽ നിന്ന് നാം തിരിച്ചറിഞ്ഞ് ഇന്നെന്താണ് ആവശ്യം എന്നുള്ളത് നമ്മൾ പ്രാവർത്തികമാക്കുക എന്നുള്ളതാണ് ചെയ്യാവുന്നത്. അതുകൊണ്ടാണ് കുട്ടംകുളം എന്ന് പറയുന്ന ഇരിങ്ങാലക്കുട അതിൻ്റെ ചരിത്രത്തിൽ കൂടൽമാണിക്യം കഴിഞ്ഞാൽ എല്ലാ കാലത്തേക്കും അടയാളപ്പെടുത്താൻ പോകുന്നത് കുട്ടംകുളം സമരമാണ്. സമൂഹത്തിലെ മഹാഭൂരിപക്ഷം മനുഷ്യന് പട്ടിക്കും പൂച്ചയ്ക്കുമൊക്കെ വഴി നടക്കാവുന്നൊരു സ്ഥലങ്ങളിലൂടെ നടക്കാൻ പാടില്ലെന്ന് 910 ഒരു ബോർഡ് എഴുതി വെച്ചപ്പോൾ അതിനെതിരെ ഇവിടുത്തെ ജാതി മത ഭേദങ്ങളില്ലാതെ എല്ലാ മനുഷ്യരും ഉണർന്നെഴുന്നേറ്റ് ഒറ്റ മനുഷ്യരായി സമരരംഗത്ത് വന്ന ആ ചരിത്രം, അതാണ് ഇരിങ്ങാലക്കുടയാക്കുന്നത്. കൂടൽമാണിക്യം ഒരു ഭാഗത്ത്, അത് മുന്നോട്ട് വെച്ച നമ്മുടെ സാംസ്കാരിക സാമൂഹ്യമായ പൈതൃകം, ഇപ്പുറത്ത് ഈ തീക്ഷ്ണമായ മനുഷ്യസ്നേഹത്തിൽ അധിഷ്ഠിതമായ സമരങ്ങളുടെ പൈതൃകം. ഒരുപാട് ഗായകന്മാർ, കെ.വി. രാമനാഥൻ മാഷെ പോലുള്ള എഴുത്തുകാർ, ഞാൻ പേരെടുത്ത് പറയുന്നില്ല, ഒരുപാട് ആളുകളുണ്ട്. പറയാൻ നിന്ന് കഴിഞ്ഞാൽ അത്രയധികം ആളുകളെ ഓർക്കാതെ ഇങ്ങനെ ഒരു വർത്തമാനം അവസാനിപ്പിക്കാൻ പറ്റില്ല. പിന്നെ സർക്കാരുകൾ എന്ത് ചെയ്യുന്നു എന്ന് മാത്രം ആലോചിച്ച് നിന്നാൽ സർക്കാരിന് ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്യട്ടെ. എന്താണ് ആവശ്യം എന്നുള്ളത് ഇപ്പോഴത്തെ സാഹചര്യങ്ങളിൽ നമുക്ക് എന്താണ് ആവശ്യം? ഇരിങ്ങാലക്കുട റെയിൽവേ സ്റ്റേഷൻ വികസിക്കണമെങ്കിൽ എന്ത് വേണം? കൂടൽമാണിക്യ ക്ഷേത്രത്തിൻ്റെ ഉത്സവം ലോക ശ്രദ്ധ ആകർഷിക്കുന്ന തരത്തിൽ ഏറ്റവും വലിയ സെൻറ്റർ ഓഫ് ആർട്ട് എന്നുള്ള രീതിയിലേക്ക് അതിനെ കൊണ്ടുവരാൻ കഴിഞ്ഞാൽ ആ സ്റ്റേഷൻ മതിയാവാതെ വരും. അപ്പം നമ്മൾ ആവശ്യപ്പെടും ആ സ്റ്റേഷനെ വിപുലീകരിക്കണം, ഇവിടുത്തെ വിദ്യാഭ്യാസ സൗകര്യങ്ങളെ മെച്ചപ്പെടുത്തണം. അങ്ങനെ ഓരോ സാധ്യമായ കാര്യങ്ങളെ നമ്മൾ സമർപ്പണ ബോധത്തോടെ അവനവന് വേണ്ടിയല്ലാതെ മറ്റുള്ളവർക്ക് വേണ്ടി ഇതെല്ലാം ചെയ്യാനുള്ള പരിശ്രമങ്ങൾ നടത്തിയാൽ നമുക്ക് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അല്ലാത്ത ഒരു എന്താണ് ഇന്നത്തെ ഇരിങ്ങാലക്കുടയുടെ ആവശ്യം എന്നുള്ളത് എന്നെക്കാൾ കൂടുതൽ അറിയുന്ന ആളുകളാണ്, ഈ സ്മര്യ പുരുഷന്മാരെ എന്നെക്കാൾ കൂടുതൽ അറിയുന്ന ആളുകളാണ് ഇവിടെ ഇരിക്കുന്നത്. അതിൻ്റെ തുടർച്ചയുണ്ടാകണം എന്ന് മാത്രമേ എനിക്കിപ്പോൾ പറയാൻ പറ്റുള്ളൂ. അത് ഇന്ന ആൾ തുടങ്ങണമെന്നല്ല, ഏതൊരാൾക്കും അത് തുടങ്ങാം. ഇപ്പോൾ ജീവിച്ചിരിക്കുന്നവർക്കെന്നല്ല, നാളെ ജീവിക്കാനിരിക്കുന്നവർക്കും അതൊക്കെ ചെയ്യാൻ പറ്റും. മനുഷ്യൻ എന്ന് പറയുന്നത് ഇന്ന് മാത്രമല്ല, ഇന്നലകളിലൂടെ കടന്നത് നാളെയിൽ ജീവിക്കേണ്ട ഒരു സത്യമാണ്, പ്രകൃതിയുടെ ഒരു സത്യമാണത്. അപ്പോൾ അത് നമുക്ക് ആ രീതിയിൽ ശക്തിമത്തായി ഇന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, ഇപ്പോൾ ഉണ്ണിയെപ്പോലുള്ള ആളുകളൊക്കെ നിയമപരമായ ഒരുപാട് പോരാട്ടങ്ങൾ നടത്തുന്നുണ്ട്.
അങ്ങനെയുള്ള പ്രവർത്തനങ്ങളിലൂടെ കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. തമ്പാൻ വക്കീൽ അതുപോലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. കെ തമ്പാൻ അതുപോലുള്ള ഹിന്ദി പ്രചാര സഭയ്ക്ക് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കുറേ ഭൂമി വിട്ടുകൊടുക്കേണ്ട ഒരു കാര്യമില്ലല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതാണ്, ഹിന്ദിയെക്കുറിച്ച് പറഞ്ഞാണ് പിന്നെ പ്രവാസത്തിലേക്ക് പോയി മറന്നുപോയത്. ഹിന്ദി പഠിക്കേണ്ടതിൻ്റെ ആവശ്യകത ഇപ്പോൾ അങ്ങനെ പ്രശ്നമില്ല. ഇപ്പോൾ കുട്ടികൾക്കൊക്കെ ഹിന്ദിയൊക്കെ അറിയാം, ഇംഗ്ലീഷും ഹിന്ദിയൊക്കെ വളരെ കമ്പ്യൂട്ടറൊക്കെ ഉപയോഗിക്കുന്ന എല്ലാ ആളുകൾക്കും അറിയാം. അപ്പോൾ ഹിന്ദി പ്രചരണം വലിയൊരു ആവശ്യമായിരുന്നു. നമ്മൾ ഇന്ത്യ രാജ്യത്താണ് ജീവിക്കുന്നത്, രാഷ്ട്രഭാഷയാണ്. അങ്ങനെ തമ്പാൻ വക്കീൽ അന്ന് ആലോചിച്ചപ്പോൾ കുട്ടികളൊക്കെ ഹിന്ദി പഠിക്കട്ടെ, അങ്ങനെ തുടങ്ങിയൊരു സ്ഥാപനമാണത്. ഇന്ന് ഇന്ത്യ മുഴുവൻ അത് ഗാന്ധിയുടെയൊക്കെ നേതൃത്വത്തിൽ വലിയ പ്രചാരണത്തോടെ നടക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ വേണമെങ്കിൽ അത് കുറച്ച് മന്ദീഭവിച്ച് കിടക്കുക. അപ്പോൾ അത്തരം പ്രവർത്തനങ്ങളെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം, കൂട്ടിച്ചേർക്കാം. അങ്ങനെയുള്ള കുറേ പ്രവർത്തനങ്ങൾ ഈ തുടങ്ങി വെച്ചതിൻ്റെ തുടർച്ചകളായി മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. ഈ കൃത്രിമമായി നിർമ്മിക്കപ്പെടുന്ന ഒന്നും നിലനിൽക്കില്ല. കൃത്രിമമായി നിർമ്മിക്കുന്നത് തൽക്കാലം നമുക്ക് ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് എന്ന് പറയാം. മനുഷ്യൻ്റെ ചരിത്രത്തിൽ അതൊരു തുടർച്ചയാണ്. ആ തുടർച്ചകളിലൂടെ തന്നെ സ്വാഭാവികമായി സൃഷ്ടിക്കപ്പെടുന്ന ഒന്നേ നിലനിൽക്കുകയുള്ളൂ. അല്ലാതെ കൃത്രിമമായി ഇപ്പോൾ ഒരു കമ്മ്യൂൺ ഉണ്ടാക്കി, പണ്ട് ഈ ഉട്ടോപ്യൻ സോഷ്യലിസ്റ്റുകൾ കമ്മ്യൂണുകൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്നുണ്ട്. ആ കമ്മ്യൂണുകൾ അതുണ്ടാക്കിയത് നിലനിർത്തിക്കൊണ്ട് നടക്കുന്ന സമയത്ത് അത് നടക്കും, അത് കഴിഞ്ഞാൽ അത് പോവും. അതൊരു സാമൂഹ്യമായ ആവശ്യമായിട്ട് വരുന്നില്ല. അപ്പോൾ ഒരു സാമൂഹ്യമായ ആവശ്യമായി സ്വാഭാവികമായി വരുന്ന കാര്യങ്ങളെ, അങ്ങനെയുള്ള സാമൂഹ്യ വ്യവസ്ഥകൾക്ക് നിലനിൽക്കാൻ പറ്റുകയുള്ളൂ. കൃത്രിമമായി ചട്ടവാറടിച്ച് ഭരണകൂട നയങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന ഒന്നും നിലനിൽക്കുകയില്ല എന്നുള്ളത് മനുഷ്യ ചരിത്രത്തിൻ്റെ അനുഭവങ്ങളാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഇന്നത്തെ അവസ്ഥയിൽ എന്തൊക്കെയാണ് ആവശ്യമെന്ന് തിരിച്ചറിഞ്ഞ് ഈ പൂർവ്വസൂരികളായിട്ടുള്ള ആളുകളുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് പുതിയ കർമ്മ പദ്ധതികൾ ഓരോരുത്തരും കഴിയുന്നത് പോലെ ആവിഷ്കരിക്കുക എന്നുള്ളത് മാത്രമാണ് ചെയ്യാനുള്ളത്. എനിക്ക് അറിയില്ല എന്നെ എങ്ങനെയാണ് ഈ കഥകളി ക്ലബിൻ്റെ ഒരു പരിപാടിക്ക് ഇങ്ങനെ വിളിച്ചത്. ചിലപ്പോൾ എല്ലാവരും ഇവരൊക്കെ അറിഞ്ഞുകൊണ്ടായിരിക്കാം. എന്തായാലും എനിക്ക് വളരെ സന്തോഷമുണ്ട്. കഥകളി എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു കലാരൂപമാണ്. ഇതൊക്കെ നിലനിന്ന് പോകണം. ഇരിങ്ങാലക്കുടയിൽ എപ്പോഴും എനിക്ക് വരാൻ സന്തോഷമുള്ള വലിയ ഒരു പ്രചോദന കേന്ദ്രം കൂടിയാണ് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് വളരെ പ്രൗഢഗംഭീരമായൊരു സദസ്സാണ് ഇവിടെയുള്ളത്. എന്നെ ഇത്രയും നേരം ശ്രവിച്ചതിന് പ്രത്യേകമായ എൻ്റെ സ്നേഹവും നന്ദിയും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. സ്മാരക പ്രഭാഷണം അന്വർത്ഥമാക്കുന്ന വാക്കുകളെ കൊണ്ട് ഈ ഒരു അരമണിക്കൂറിലധികം സ്മര്യപുരുഷരായ കെ തമ്പാൻ്റെയും KR തമ്പാൻ്റെയും സ്മാരക പ്രഭാഷണം നടത്തിയ സതീശൻ ഒരു കഥകളി ആസ്വാദകനും കൂടിയാണ് എന്നുള്ളത് അദ്ദേഹം പ്രഖ്യാപിക്കുകയുണ്ടായി. എന്തായാലും കഥകളിയുടെ രാവുകൾ, കഥകളി അരങ്ങുകൾ സമ്പുഷ്ടമാകുന്ന മാസങ്ങളും ദിവസങ്ങളും വാരങ്ങളുമാണ് ഇരിങ്ങാലക്കുടയിൽ വരുന്നത്. സാദരം അദ്ദേഹത്തെ വീണ്ടും ഇരിങ്ങാലക്കുട ക്ലബിൻ്റെ വേദികളിലേക്കും പ്രേക്ഷകനായും ക്ഷണിച്ചുകൊള്ളുന്നു. അദ്ദേഹത്തിന് ക്ലബിൻ്റെ പേരിൽ സന്തോഷം അറിയിക്കട്ടെ.